എബ്രായ ലേഖനത്തിലെ ഒരു വാക്യമാണ് ദൈവസന്നിധിയിൽ ഈ പകലിൽ ശുശ്രൂഷിപ്പാനായി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിനകത്ത് പ്രേരണ തന്നിരിക്കുന്നത്. എബ്രായ ലേഖനത്തിലെ സ്തോത്രം ലാസ്റ്റ് ചാപ്റ്റർ 13-ാം അധ്യായം 20-ഉം 21-ഉം വാക്യങ്ങൾ സ്തോത്രം ദയവായിട്ട് സഭയെ വായിച്ചു കേൾപ്പിക്കും. 20-ഉം 21-ഉം വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കും. അതിനുശേഷം നമുക്ക് ആ വാക്യത്തിനകത്തേക്ക് പ്രവേശിക്കാം. എബ്രായ ലേഖനം 13-ാം അധ്യായം 20-21 വാക്യം. നിത്യ നിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. അവന് എന്നേക്കും മഹത്വം. ആമേൻ. മതി. എബ്രായ ലേഖനത്തിൻ്റെ ആശീർവാദവാക്യം എന്ന് വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെടുന്ന വാക്കുകളാണ് ഈ രണ്ട് വാക്കുകൾ. 2-3 വാക്യങ്ങളുടെ ബാക്കി ശേഷിക്കുന്നുണ്ടെങ്കിൽ തത്വത്തിൽ എബ്രായ ലേഖനം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഈ വാക്യത്തിനകത്ത്. എബ്രായ ലേഖനത്തിൻ്റെ പശ്ചാത്തലം കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ നിരന്തരമായി ബൈബിൾ ക്ലാസ്സുകളും ആത്മീക ശുശ്രൂഷകളും ഒക്കെ നിങ്ങൾക്ക് നൽകി തരുന്നത് കൊണ്ട് ഈ ലേഖനത്തെക്കുറിച്ച് പൊതുവായ അറിവ് നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിചാരിക്കുകയാണ്. എങ്കിലും എൻ്റെ സന്ദേശത്തിലേക്ക് ഒരു എൻട്രി ഉണ്ടാകാൻ ഞാനൊരു വാക്ക് എബ്രായ ലേഖനത്തെക്കുറിച്ച് പറഞ്ഞ് ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആദിമ നൂറ്റാണ്ടിൽ യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് എബ്രായ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്ന യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് വളരെ കഷ്ടതകൾ സഹിച്ച്, വളരെ പീഡനങ്ങൾ സഹിച്ച്, സമ്പത്തുക്കളുടെ അപഹാരം പോലും സഹിച്ച് കർത്താവിന് വേണ്ടി നിലകൊണ്ട, ഒരർത്ഥത്തിൽ പുറത്തു വരാതെ ഉള്ളറകളിൽ, ഇരുളടഞ്ഞ സ്ഥലങ്ങളിൽ, അണ്ടർഗ്രൗണ്ടുകളിലൊക്കെ ദൈവത്തെ ആരാധിച്ച് അങ്ങനെ ദൈവത്തിന് വേണ്ടി നിലകൊണ്ട ആദിമ നൂറ്റാണ്ടിലെ, ആദിമ കാലഘട്ടത്തിലെ ഒരു കൂട്ടം ആളുകൾ, അവരുടെ വിശ്വാസത്തിന് ഏകദേശം ഇപ്പോൾ ഈ ലേഖനം എഴുതുമ്പോൾ വ്യാഖ്യാതാക്കൾ പറയുന്ന ഈ സഭ ഉണ്ടായതിന് ശേഷം 30 വർഷത്തെ പഴക്കം, 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ലേഖനം എബ്രായ യഹൂദ ക്രിസ്ത്യാനികൾക്കായിട്ട് എഴുതുന്നതെന്ന് പറയുന്നു. 30 വർഷത്തെ പഴക്കമുള്ളൊരു സഭ, അത് നിങ്ങളുടെ മനസ്സിൽ കാണുക. സ്തോത്രം. എപ്പോഴും പഴക്കം കൂടുമ്പോഴേക്കും ആശയങ്ങൾക്ക് വ്യത്യാസം വന്നേക്കാം, ആത്മീയതയെ ബാധിച്ചേക്കാം, പല രീതിയിലാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഇവർ 30 വർഷമായി കഠിനമായ പീഡനങ്ങൾ, ഒത്തിരി പ്രയാസങ്ങൾ. സ്തോത്രം. ഇതിൻ്റെ നടുവിലെല്ലാം ഇവരുടെ ലീഡേഴ്സ് അഥവാ നടത്തിപ്പുകാരായിരിക്കുന്ന എബ്രായനത്തിൽ പറയുന്നുണ്ട്, സഭയ്ക്ക് ശക്തമായ നടത്തിപ്പുകാരുണ്ട് എന്നതിനെ നിങ്ങളെ നടത്തിയവരെ ഓർക്കണം. അപ്പോൾ നടത്തിപ്പുകാരായിരിക്കുന്ന ആളുകൾ അവർ ഇവരുടെ കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയൊക്കെ നടുവിൽ പീഡനങ്ങൾ സഹിച്ച്, സമ്പത്തുകളുടെ അപഹാരം സഹിച്ച് 30 കൊല്ലമായി സ്വാതന്ത്ര്യമില്ലാതെ, കർത്താവിനെ അറിഞ്ഞിട്ട് നമ്മൾ ഇന്ന് കാണുന്നത് പോലത്തെ ഒരു അനുഭവങ്ങളുമില്ലാതെ ഇടുങ്ങിപ്പോകുന്ന സാഹചര്യത്തിൽ എല്ലാ കൂടിക്കാഴ്ചയിലും ഇവരുടെ ലീഡേഴ്സ് പറയും, സ്തോത്രം, കർത്താവ് എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കും, അല്ലെങ്കിൽ കർത്താവ് മടങ്ങി വരും. ഇവിടെ പ്രതീക്ഷ അതായിരുന്നു. അപ്പോൾ സ്തോത്രം, ഈ ഇരുളടഞ്ഞ സാഹചര്യത്തിൽ നിന്ന്, ഈ പ്രതികൂലത്തിൻ്റെ നടുവിൽ നിന്നെല്ലാം ഇവർ മാറ്റം വരുമെന്നുള്ള വിശ്വാസത്തോടെ, ആ വിചാരത്തോടെ 30 കൊല്ലം കാത്തിരുന്നു. 30 വർഷത്തോളം ഇന്ന് നടക്കും, നാളെ നടക്കുമെന്നോർത്ത് കാത്തിരുന്നിട്ട് നടക്കാതെ വരുമ്പോൾ എത്ര വലിയ വിശ്വാസിയാണെങ്കിലും അവരുടെ മനസ്സിനകത്തൊരു മരവിപ്പ് വരാൻ സാധ്യതയുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഈ ലേഖനത്തിനകത്ത്, അഥവാ എബ്രായ ലേഖനത്തിനകത്ത് നിങ്ങൾ മന്ദതയുള്ളവരാകാതെ, സ്തോത്രം, നിങ്ങൾ ഉത്സാഹമുള്ളവരാകണം. അതുപോലെ സ്തോത്രം, പിന്മാറിപ്പോകരുത് എന്നൊക്കെയുള്ള വാക്കുകൾ ഏറ്റവും അധികം പ്രയോഗിച്ചിരിക്കുന്ന ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. ഇത്രയും കാലം കാത്തിരുന്നിട്ട് നടക്കാതിരിക്കുക. അങ്ങനെ നടക്കാതിരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ സ്തോത്രം, പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പുകൾ ഇതിനകത്തുണ്ടെങ്കിലും ചില കാര്യങ്ങൾ ഉറപ്പിച്ചു പറയുക, പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് തറപ്പിച്ചു പറയുകയാണ്. സ്തോത്രം. ചില വാക്യത്തിനകത്ത് ഇവിടെ പരാമർശിക്കുന്നുണ്ട്, വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും സ്തോത്രം, ദൈവത്തിൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹത്തെ മറന്നു പോകുവാൻ അനീതിയുള്ള ദൈവമല്ല എന്നൊക്കെയുള്ള വാക്കുകൾ വാസ്തവത്തിൽ കർത്താവ് ഒരിക്കലും മറക്കുകയല്ല. എത്ര പ്രയാസങ്ങൾ കൂടെ കടന്നു പോയാലും ഒരു ദിവസം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്, ദൈവത്തിന് വേണ്ടി നിന്നവരെ ദൈവം തള്ളിക്കളയില്ല. വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനൊരു പ്രതിഫലം ഉണ്ടാകും. യേശുക്രിസ്തുവിനെ വിശ്വസിച്ചവർക്കൊരു നന്മ വരാതിരിക്കില്ല. ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ലേഖനത്തിനകത്ത് ഉറപ്പിച്ചു പറയുന്നത്.
ഇന്ന് പകലിൽ ഇവിടെ പറയുമ്പോഴും ഞാൻ ആ വാക്ക് കൂട്ടി പറയാം. ഞാൻ എബ്രായ ലേഖനത്തെ ശ്രോത്ര അതുപോലെ പറയാൻ വന്ന ആളല്ലല്ലോ. പരിശുദ്ധാത്മാവിൽ നിങ്ങൾക്കുള്ള ദൈവത്തിൻ്റെ ആലോചന കൂടി പറയുകയല്ലേ. ഒത്തിരി നാളായി പ്രാർത്ഥിച്ചിട്ടും ശ്രോത്ര പലരും വിരുതുകൾ പ്രാപിച്ചിട്ടും ഇതിനകത്ത് ആരെങ്കിലും ഒതുങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം അധികം ഫോക്കസ് ചെയ്യുന്നത് ഒരുപാട് ഒതുങ്ങിപ്പോയി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സ്വർഗത്തിലെ ദൈവം ഇതിനകത്ത് ദൈവത്തിന്റെ വചനം കൊണ്ട് അനുഗ്രഹിക്കാതിരിക്കുകയില്ല. സ്വർഗം അത് ചെയ്യാൻ വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. അത്രയ്ക്ക് ശക്തമായ പ്രതിസന്ധികൾ അനുഭവിച്ചു. ഇതിനിടയിൽ കിടക്കുന്ന വാക്കുകളൊന്നും പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ 13 അധ്യായങ്ങൾക്കകത്ത് ഗുണദോഷങ്ങളെല്ലാം എഴുതി, മുന്നറിയിപ്പുകൾ എഴുതി, പ്രതീക്ഷയ്ക്കുള്ള വക കൊടുത്തു. സ്തോത്രം. ദൈവം ഒരിക്കലും കൈവിടില്ലെന്നുള്ള പ്രത്യാശ കൊടുത്തു. അങ്ങനെ എല്ലാം കൊടുത്തതിന് ശേഷം ഫൈനലി ആണിക്കല്ലിട്ട് ഉറപ്പിക്കുന്നത് പോലെ അവസാനം ഒരു ആശീർവാദ വാക്യമായി ഉറപ്പിക്കുന്നതാണ് ഈ 20-21 വാക്യങ്ങൾ. സ്തോത്രം. അവിടെ പരാമർശിച്ചിരിക്കുന്ന വാക്ക് ഇത്രയാണ്. പല വാക്കുകൾ ഒന്നിച്ചു കൂടി ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്ന 2 വാക്യങ്ങളാണ്. ഒരു കൊച്ചു പാരഗ്രാഫാണ്. ആ ചുറ്റിക്കെട്ടെല്ലാം കൂടി അഴിച്ചെടുത്തെങ്കിലേ നമുക്ക് വാസ്തവത്തിൽ ഇതിനകത്ത് കിടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത്രയും വിശാലമായിട്ടും വിശദമായിട്ടും പോകാൻ സമയം നമുക്ക് അനുവദിക്കത്തില്ലെന്ന് എനിക്കറിയാം. എങ്കിലും കഴിയുന്നിടത്തോളം ഈ വാക്യത്തെ നിങ്ങൾക്ക് ബോധ്യമാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇവിടെ എബ്രായ ലേഖനത്തിൻ്റെ എഴുത്തുകാരനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്: നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയിടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം, ചുരുക്കി പറഞ്ഞാൽ നിങ്ങളെ മടക്കി വരുത്തും. സ്തോത്രം. ഹല്ലേലൂയ. ആ ഒരു വാക്കോട് കൂടെയാണ് ഈ ലേഖനത്തിൻ്റെ പര്യവസാനം കുറിക്കുന്നത്. ഒരു പ്രതീക്ഷയാണ്. എന്താ പ്രതീക്ഷ? സ്തോത്രം. മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുക്രിസ്തുവിനെ മടക്കി വരുത്തിയ ദൈവം, ആ ദൈവത്തിന് നിങ്ങളിൽ ചിലത് ചെയ്യാനുണ്ട്. ആ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് ചെയ്യാനുണ്ട്. അവൻ നിങ്ങളെ മടക്കി വരുത്തും. സ്തോത്രം. ഹല്ലേലൂയ. മടക്കി വരുത്തും. മടക്കി വരുത്തുമെന്ന് മാത്രമല്ല, അവിടെ എഴുതിയിരിക്കുന്ന ചില വാക്കുകൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് 1-2 വാക്കോടെ ചേർത്ത് വെച്ച് മടക്കി വരുത്തുന്ന ദൈവത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനേക്കാൾ മുമ്പ് അടുത്ത വാചകത്തിൽ നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി. ആ വാക്കുകളൊക്കെ സുപരിചിതമാണെങ്കിലും വളരെ വളരെ പ്രത്യേകതയുള്ളതാണ്. സ്തോത്രം. ഇവരോട് പറയുന്നു യഥാസ്ഥാനപ്പെടുക. യഥാസ്ഥാനപ്പെടുക എന്ന് പറഞ്ഞ സ്ഥാനം തെറ്റിക്കിടക്കുമ്പോൾ അതിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള പ്രഥമ ദൃഷ്ടിയാലുള്ള അർത്ഥം. പക്ഷേ ബൈബിൾ നിഘണ്ടുവിനകത്ത് യഥാസ്ഥാനപ്പെടുക എന്നുള്ളതിൻ്റെ ബൈബിൾ മൂലഭാഷയ്ക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു 5 അർത്ഥമെങ്കിലും ഉണ്ട്. സ്തോത്രം. നമുക്ക് പരിചയമുള്ള ചില വാക്കുകളിനകത്തുണ്ട്. ചില വാക്കുകൾ ഇങ്ങനെയാണ്. നമ്മുടെ പ്ലേസ്മെൻ്റ് എന്നൊരു ഒരു പ്രത്യേക ടെർമിനോളജി. സ്തോത്രം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ജനിച്ചതും വളർന്നതൊക്കെ കേരളത്തിൻ്റെ കൊച്ചു സ്ഥലത്തായിരിക്കാം. സ്തോത്രം. പക്ഷെ ദൈവമായ കർത്താവ് നിന്നെ മാനിക്കാൻ, ഉയർത്താൻ ആഗ്രഹിക്കുമ്പോൾ ചിലപ്പോൾ അവിടെ നിന്ന് പൊക്കിക്കൊണ്ട് വന്ന് മറ്റൊരു സ്ഥലത്ത് നിന്നെ സ്ഥാപിക്കും. സ്തോത്രം. അങ്ങനെ വേദപുസ്തകത്തിനകത്ത് യോസേപ്പിനെ, സ്തോത്രം, അതുപോലെ തന്നെ എസ്തേറിനെ, രൂത്തിനെ, യാക്കോബിനെ, എത്രയോ ആളുകളെ സർവശക്തനായ ദൈവം അവർ നിന്ന സ്ഥലത്ത്, അവരുടെ ജന്മനാട്ടില്, ജനിച്ച വീട്ടില് പൊങ്ങി വരാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ എൻ്റെ ദൈവം അവരെ അവിടെ നിന്ന് പറിച്ചെടുത്ത് സ്വർഗത്തിലെ ദൈവം ചില സ്ഥാനത്ത് കൊണ്ട് നട്ടുകഴിഞ്ഞപ്പോൾ പിന്നെ അവരെ മുൻപ് കണ്ടവർ ആശ്ചര്യപ്പെടുമാറ് അത്രയ്ക്ക് നിലവാരത്തിന് മാറ്റം വരുത്താൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ക്ഷീണിച്ചിരിക്കുന്ന, നിരാശപ്പെട്ടിരിക്കുന്ന, ഭാരപ്പെട്ടിരിക്കുന്ന എബ്രായ ക്രിസ്ത്യാനികളോട് പരിശുദ്ധാത്മാവ് എഴുതിയത് ഇങ്ങനെയാണ്: ആ ദൈവം തന്നെ നിങ്ങളെയും യഥാസ്ഥാനപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ നിങ്ങളെ പ്ലേസ്മെന്റ് ചെയ്യും. ഒരു പ്രത്യേക സ്ഥാനത്തേക്ക്, ഒരു പ്രത്യേക പദവിയിലേക്ക് സർവശക്തനായ ദൈവം നമ്മളെക്കുറിച്ചെല്ലാം പ്രീ പ്ലാൻ ഉള്ളവനാണ്. സ്തോത്രം. ഹല്ലേലൂയ. നീ എവിടെ ആയിരിക്കണം, നീ എവിടെ വളരണം, ആരുടെ കൂടെ ആയിരിക്കണം. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന അമ്മമാരോടും അപ്പന്മാരോടും പറയാം, നിങ്ങളുടെ സന്തതി എവിടെ ആയിരിക്കണം, അവരാരുടെ കൂടെ ആയിരിക്കണം, അവരേത് വീട്ടിലായിരിക്കണം. ഇതെല്ലാം സ്തോത്രം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമായി വിചാരിച്ചു വെച്ചിരിക്കുന്നൊരു ദൈവമുണ്ട്. ഈ പകൽക്കാലം നിങ്ങൾ അതിര് കടന്ന് വിശ്വസിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിൽ ചിലരെ സ്വർഗത്തിലെ ദൈവം, അതേ വാക്ക് തന്നെ ഞാൻ പറയാം, സ്തോത്രം, ദൈവം ആഗ്രഹിച്ച സ്ഥാനത്തേക്ക് പ്ലേസ്മെന്റ് ചെയ്യാൻ
യഥാസ്ഥാനപ്പെടുത്താൻ സ്വർഗസ്ഥനായ ദൈവത്തിന് കഴിയുമെന്ന് ഈ പകലത്തെ ശുശ്രൂഷയിൽ ഈ വചനം ഞാൻ വലിച്ചെടുത്തൊരു ദൂത് പറയുമ്പോൾ എത്ര പേര് ദൈവസ്ഥനെ വിശ്വസിക്കുന്നുണ്ട്? ചിലരെ ദൈവമായ കർത്താവ് ആക്കി വെക്കേണ്ടിടത്തേക്ക്, നിന്നെ ഉയർത്തേണ്ടിടത്തേക്ക്, നിന്നെ എത്തിക്കേണ്ടിടത്തേക്ക്, നിന്നെ നിലനിർത്തേണ്ടിടത്തേക്ക് സ്വർഗത്തിലെ ദൈവം കൊണ്ടുപോയി നിർത്താൻ വിശ്വസ്തനാണെന്ന് ആത്മാവിൽ വിശ്വസിക്കുന്നവരെല്ലാരും കൂടെ അതെന്റെ ജീവിതത്തിൽ ഈ പ്രാവശ്യത്തെ ഫാസ്റ്റിംഗ് നിമിത്തം സംഭവിക്കണമെന്ന് ആത്മാവിൽ പ്രതികരിക്കാൻ, ദൈവത്തിന്റെ കൃപ അനുഭവിക്കാൻ മനസ്സുള്ള ദൈവമക്കൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, ദൈവമേ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിൽ ഞാൻ പറയാം, സ്വോത്രം നഴ്സറിയിൽ, അഗ്രികൾച്ചർ നഴ്സറിയിൽ പൊളിത്തീൻ കവറിനകത്ത്, ചെറിയ ചെടിച്ചട്ടിക്കകത്ത് പാകി നിർത്തിയിരിക്കുന്ന പ്ലാവ്, സ്വോത്രം മാവ്, പന, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? സ്വോത്ര ഹല്ലേലൂയ. ചെറിയ പോളിത്തീൻ കവറിനകത്ത് അഗ്രികൾച്ചർ നഴ്സറി കാണും, ചെറിയ പോട്ടിനകത്ത്, ചെറിയ പാത്രത്തിനകത്ത്. ആ കച്ചവടക്കാരൻ സ്വോത്ര ഹല്ലേലൂയ അതവിടെ സൂക്ഷ്മതയോടെ ആരെങ്കിലും വന്ന് വാങ്ങിക്കാൻ വേണ്ടി ഇരിക്കുക. അത് അതിനകത്തിരിക്കുന്നിടത്തോളം കാലം എത്ര വെള്ളം ഒഴിച്ചാലും എത്ര വളമിട്ടാലും അതിന്റെ വളർച്ചയ്ക്ക് പരിമിതിയുണ്ട്. സ്വർഗത്തിലെ ദൈവത്തിന്റെ നാമത്തിൽ പറയാം, അതിനെ ഒരാൾ വാങ്ങിച്ച് ഒരു തോട്ടത്തിലേക്ക് നടുകയാണെങ്കിൽ അതിനെ സൃഷ്ടിച്ചത് എന്തിനാണോ, അതിന്റെ പേരെന്താണോ, അതിന് തക്കവണ്ണമുള്ള ഫലം കാണാൻ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ഫലത്തിലൂടെ, എൻ്റെ പേരിലൂടെ അല്ല കർത്താവേ, എന്നിൽ ഉളവാകുന്ന ഫലത്തിലൂടെ ആ കാര്യം തെളിയണമെന്ന് ആഗ്രഹിക്കുന്ന ശുശ്രൂഷകന്മാരുണ്ടെങ്കിൽ, കൃപാവരം ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ശക്തിയെ പ്രതീക്ഷിക്കുന്നവരുണ്ടെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിന്നെ ഒരു വലിയ സ്ഥാനത്തേക്ക്, യഥാസ്ഥാനം. Glory to Jesus, hallelujah. സ്തോത്രം. യഥാസ്ഥാനത്തിലേക്ക് കൊണ്ടുവരിക. ഒരു ഓർത്തോപീഡിക് ടെർമിനോളജിയാണ് ഈ സ്ഥാനം തെറ്റിപ്പോകുക എന്ന് പറയുന്നിടത്ത് സാധാരണ ഉപയോഗിക്കാറുള്ളത്. കാറ്റാറ്റിസോ എന്ന് പറയുന്നൊരു വാക്കാണ് ഡിസ്ലൊക്കേറ്റഡ് എന്ന് ഇംഗ്ലീഷ് പറയും. സ്തോത്രം. നമ്മുടെ ഒന്ന് വീണ് കൈ എവിടെയെങ്കിലും കുത്തി, സ്തോത്രം, ജോയിൻസിനൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, മെഡിക്കൽ ഡോക്ടർമാരുണ്ടെങ്കിൽ എക്സ്റേ എടുത്തു കഴിയുമ്പോൾ സ്തോത്രം നോക്കുമ്പോൾ അവർ പറയും അസ്ഥി ഡിസ്ലൊക്കേറ്റഡ് ആണ്. സ്തോത്രം എന്ന് പറഞ്ഞ് അങ്ങനെ കണ്ടാൽ അതിനെ നേരെ പിടിച്ചു വെച്ച് ബാൻഡ് ചെയ്ത് നേരെയാക്കുന്ന ഒരു പ്രവണതയുണ്ട്. സ്തോത്രം. ഈ ലേഖനം അവസാനിക്കുമ്പോൾ അവരോട് പറയുന്നത് ഇട്ടിട്ട് പോകുമെന്നല്ല, ദൈവം നിന്നെ മറക്കുമെന്നല്ല, നിന്നെ നേരെ പിടിച്ചു വെച്ച് കെട്ടിവെച്ച് ദൈവമായ കർത്താവ് നേരെ വളർത്തും. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പേര് പറഞ്ഞ് സ്തോത്രം ചെയ്യ്. അവരെ ഹല്ലേലൂയ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് സ്വർഗത്തിലെ സഭയിലേക്ക് ദൈവം ഹല്ലേലൂയ ഡിസ്ലൊക്കേറ്റായി കിടക്കുന്ന ചിലരെ യഥാസ്ഥാനത്തേക്ക് കൊണ്ടുവരട്ടെ. ഈ ദിവസങ്ങളിലെ പ്രാർത്ഥന നിമിത്തം പരിശുദ്ധാത്മാവ് ഇവിടെ ഇരിക്കുന്നവരുടെ കുടുംബങ്ങളിലേക്ക് സ്വർഗത്തിന്റെ കണ്ണ് പതിയട്ടെ. എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര കരഞ്ഞിട്ടും 20 കൊല്ലമായി സ്തോത്രം യാതൊരു മറുപടിയും ഇല്ലാതെ, പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ ഒറ്റപ്പെട്ടു വന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിത് വിശ്വസിക്കാൻ തയ്യാറായാൽ ഈ വർഷത്തെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് ചിലരെ സ്ഥാനത്തേക്ക് വിശ്വസിച്ചുകൊണ്ട് ഒരല്പസമയം ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ഏത് വിധത്തിലോ നിങ്ങൾക്ക് കർത്താവിന്റെ സന്നിധാനത്തിൽ ഹല്ലേലൂയ. നീ ഈ രാജ്യത്ത് നിൽക്കേണ്ട ആളല്ലായിരിക്കാം. പല പ്രവാചകന്മാരിലൂടെ ദൈവത്തിന് ദൂത് വന്നിട്ടുണ്ടായിരിക്കാം. ഒത്തിരി പ്രാർത്ഥിച്ചു, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഈ വർഷം നടക്കുമെന്ന് വിചാരിച്ചു. 5 മാസങ്ങൾ പിന്നിട്ടു, ഇല്ല, ഇവിടെ ചുറ്റിക്കറങ്ങി നിൽക്കുകയാണ്. പക്ഷെ സ്വർഗം പറയുന്നു നിന്നെ ലൊക്കേറ്റ് ചെയ്യേണ്ടത് എവിടാണെന്ന് ദൈവം നിശ്ചയിക്കട്ടെ. ദൈവം നിശ്ചയിക്കട്ടെ, ദൈവം നിശ്ചയിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സ്വർഗത്തിലെ ദൈവം അത് ചെയ്യട്ടെ. പുറത്ത് കിടക്കുന്ന ചിലരെ സഭയ്ക്കകത്തേക്ക് ലൊക്കേറ്റ് ചെയ്യട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ സഭയുടെ അതിരുകൾ എവിടെ വരെ എനിക്കറിയില്ല, അതൊക്കെ ഇന്നും കൂട്ടിപ്പിടിച്ച എല്ലാ ദൈവദാസന്മാരും ആത്മാവിൽ പ്രാർത്ഥിക്ക്. ഒരുപാട് കയറി ഇറങ്ങിയിട്ടു സ്വത്രദാസ്ഥാനപ്പെടാത്ത ചിലതിനെ പരിശുദ്ധാത്മാവ് ഈ വാക്യത്തിലൂടെ കർത്താവിനെ സ്വത്രം മടക്കി വരുത്തിയ ദൈവം, ആ ദൈവത്തെയാണ് എനിക്ക് പ്രസംഗിക്കാനുള്ളത്. ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ എനിക്ക് എബ്രായ ലേഖനമല്ല പ്രസംഗിക്കാനുള്ളത്, എബ്രായ ലേഖനത്തിന്റെ എഴുത്തുകളല്ല പ്രസംഗിക്കാനുള്ളത്, എനിക്ക് എന്റെ ദൈവത്തെയാണ് പ്രസംഗിക്കാനുള്ളത്. ആ ദൈവത്തിന് ചിലത് ചെയ്യാൻ കഴിയുമെന്ന്
പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം എന്നോട് പറഞ്ഞയച്ചത്, ഞാൻ ആത്മാവിൽ ഹല്ലേലൂയ എന്റെ ശക്തിയും ബലവും മുഴുവൻ എടുത്തോണ്ട് നിങ്ങൾക്ക് വേണ്ടി വിളിച്ചു പറയുകയാണ്, ചിലതിനെ ദൈവം ആക്കി വെക്കേണ്ടിടത്തേക്ക് ആക്കി വെക്കും. ഹല്ലേലൂയ. കർത്താവ് അത് ചെയ്യും. നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് വിരോധമായി സ്വത്രം നിൽക്കുന്ന കാട്ടത്തികൾ പോലുള്ളതാണെങ്കിൽ പോലും എൻ്റെ ദൈവം അവനെ ആ ലൊക്കേഷനിൽ നിന്ന് പറിച്ചിട്ട് ദൈവം അവന് വേണ്ടി ഒരുക്കിയിരിക്കുന്നിടത്തേക്ക് പൊക്കോളാൻ പറയും. വിശ്വസിച്ചുകൊണ്ട്, കർത്താവേ, യേശുവിന്റെ നാമത്തിൽ നിന്റെ സന്തോഷം കെടുത്താൻ നീ മാത്രം അനുഭവിക്കേണ്ട, ഞാൻ വെളിപ്പാടുകളിലൂടെ കാര്യം പറയുന്നു, നീ മാത്രം അനുഭവിക്കേണ്ട ജീവിതത്തിലെ ചില പ്രത്യേക കാര്യങ്ങൾ, അത് സ്വത്ര ഹല്ലേലൂയ ഇടയ്ക്ക് നിന്ന് ചോർത്തിക്കൊണ്ട് പോകുന്നത് പോലെ, കാട്ടത്തി പോലെ നിൽക്കുന്ന ചിലതിനെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് അവിടെ നിന്ന് പറിച്ച് നിന്റെ മുമ്പിൽ നിന്ന്, നിന്റെ തലമുറയുടെ മുമ്പിൽ നിന്ന്, അവരുടെ ജീവിത സാഹചര്യത്തിൽ നിന്ന് അവളെ ഉയരാൻ സമ്മതിക്കാതെ, വളരാൻ സമ്മതിക്കാതെ ഒതുക്കി കളയുന്ന, ശുശ്രൂഷയിൽ കയറി വരാൻ പറ്റാത്ത അഭിഷിക്തന്മാർ വന്നിട്ടുണ്ടോ? ഇന്ന് പലകാലം യേശുവിന്റെ നാമത്തിൽ നിന്റെ അഭിഷേകത്തിന് വിരോധമായി, നിന്റെ ദൈവകൃപയ്ക്ക് വിരോധമായി, നിന്നെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞതിന് വിരോധമായി ഉയർന്നു നിൽക്കുന്നതിനെ അവിടെ നിന്ന് എല്ലാത്തിനും ഒരു സ്ഥാനമുണ്ട്, എല്ലാത്തിനും ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്ത് നിൽക്കേണ്ടതിനെ സ്ഥാനം തെറ്റിക്കുന്ന സകല വ്യാപാരങ്ങളെയും ഈ പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിന്നെ പൊക്കിയെടുക്കുകയാണ്. നീ കാട്ടിൽ കിടക്കേണ്ടവനല്ല. ഒരു കാലഘട്ടം അങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷെ ദൈവം നിന്നെ അവിടെ നിന്ന് വിളിച്ചെടുക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ സ്വർഗം ഉദ്ദേശിച്ചിരിക്കുന്നിടത്തേക്ക്. ജീസസ്, ഹല്ലേലൂയ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ എഴുതിയിരിക്കുന്നത്, മലയാളത്തിൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: സ്തോത്രം, അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി എന്ന് എഴുതിയിരിക്കുന്നത്. എല്ലാ നന്മയിലും. സ്തോത്രം. ഒറിജിനൽ പരിഭാഷ നിങ്ങൾക്ക് വായിച്ച് ഗ്രഹിക്കാൻ പറ്റുമെങ്കിൽ ആ വാക്കിങ്ങനെയാണ്. സ്തോത്രം. ആ വാക്കിങ്ങനെയായിരിക്കും ഒറിജിനൽ പരിഭാഷ: അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലേക്കും യഥാസ്ഥാനപ്പെടുത്തി. സ്തോത്രം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം കുറച്ചുകൂടെ പറയാം. സ്തോത്രം. ഇപ്പം നമ്മളെ കണ്ടതിന് ശേഷം അല്ല ദൈവം. നന്മ എന്ന വാക്കിന് ഒത്തിരി അർത്ഥമുണ്ട്. വീടോ കാറോ വണ്ടിയോ മാത്രമല്ല, ഒരു ശുശ്രൂഷ ഒരു നന്മയല്ലേ? സ്തോത്രം. എൻ്റെ വിചാരം ഏറ്റവും വലിയ ശുശ്രൂഷ, ഏറ്റവും വലിയ നന്മ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആരെങ്കിലും രണ്ടുപേര് സൗഖ്യമായാൽ അത്രയും വലിയ നന്മ വേറെ എന്തുകൊണ്ട്? ഞാൻ കൈവയ്ക്കുമ്പോൾ ഒരു മനുഷ്യന്റെ മനസ്സിനകത്ത് ചാവണം എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ആ വലിയ ചിന്ത, നമ്മളിൽ ആരെങ്കിലും ഒരാൾ ആ മനുഷ്യനെ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവന് മരിക്കണ്ടെന്ന് തോന്നി ജീവിക്കണമെന്ന് തോന്നത്തക്ക രീതിയിൽ അങ്ങനെ ഒരു കൃപ കിട്ടിയ അതിനേക്കാൾ വലിയ നന്മ എന്തുണ്ട്? ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങൾ ചിലരോട് ചോദിക്കുന്നു, സ്വർഗം ഈ നന്മ തരാൻ ഇതിനകത്ത് ചിലരെ ഇന്ന് പകൽക്കാലം ഒരുക്കുകയാണ്. ഹല്ലേലൂയ. ഒത്തിരി അനുഗ്രഹം കിട്ടിയവർ സ്തോത്രം ബേഥേലിലുണ്ട്. ഒരുപാട് നന്മ ഒന്നുമില്ലായ്മയെന്ന് പൊങ്ങി വന്നവർ ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്ന് ലൊക്കേറ്റ് ചെയ്തു. കെണ്ണിയാൽ തീരാത്ത, പറഞ്ഞാൽ തീരാത്ത അനുഗ്രഹങ്ങളെ തന്നു. മക്കളെ വളർത്തി അവരെയൊക്കെ ഒരു സ്ഥാനത്തെത്തിച്ചു. സ്തോത്രം. ശേഷിക്കുന്ന കാലം നന്ദി പറയാൻ ദൈവസന ഇരിക്കുന്നവരാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ട്? ഒരു ചോദ്യം ദൈവം ചോദിക്കുന്നു. ഇതുവരെ തന്നതിനേക്കാൾ അപ്പുറം ചിലരെ വളഞ്ഞിരിക്കുന്നവരെ നിവർത്താൻ സ്വർഗം നിന്റെ കയ്യിൽ ഒരു നന്മ തരാം. ഏറ്റെടുക്കാൻ എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ഇതിനകത്ത് മനസ്സുണ്ട്? അവർ ഈ പകൽക്കാലം ചാടി പിടിച്ചോളണം. സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ നന്ദിയോടെ ഞാൻ കർത്തൃദാസന്മാരെയും ദൈവദാസിമാരെയും സുവിശേഷത്തിന് ഒരു അല്പമെങ്കിലും മനസ്സുള്ളവരെയും മനസ്സിൽ കണ്ടുകൊണ്ട് പറയാ, നിങ്ങൾ കൈവച്ചാൽ ഭൂതങ്ങൾ വിട്ടുപോകണം. അതൊരു നന്മയല്ലേ?
യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ ആത്മാവ് ചെയ്യാൻ പോകുകയാ. യേശുവിൻ നാമത്തിൽ ഏറ്റവും വലിയ നന്മ നമുക്ക് ഈ പട്ടണത്തിൽ ഒരു ഫ്ലാറ്റ് കിട്ടിയതല്ല. ഏറ്റവും വലിയ നന്മ സ്വത്രം നമ്മളെ 2 മക്കൾ 2 രാജ്യത്തെത്തിയതല്ല. അതെല്ലാം നന്മ തന്നെ. പക്ഷേ ഇന്നിവിടെ വെളിപ്പെടുന്നത് അതിനേക്കാൾ വലിയൊരു നന്മയുണ്ട്. ആ നന്മയ്ക്കായി കാത്തിരിക്കുന്ന ചിലർ ഇതിനകത്തുണ്ട്. അല്ലെങ്കിൽ ദൂത് കറങ്ങിച്ചിട്ട് ഇങ്ങനെ വരികയല്ല. സ്തോത്ര ഹല്ലേലൂയ. ഞാൻ ദൈവത്തെയാണ് പ്രസംഗിക്കാൻ നിൽക്കുന്നത്, അവിടേക്കാണ് നീ കയറേണ്ടത്. പക്ഷേ സ്തോത്ര ഹല്ലേലൂയ, എവിടെയൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് കറങ്ങി നിൽക്കുന്നുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു, ഈ പ്രാർത്ഥന കഴിയുമ്പോൾ അങ്ങനെ ഒരു നന്മ ഇതിനകത്ത് 1 or 2 പേർക്കല്ല. നീ വിളിച്ചാ ചിലർ വരും, നീ തൊട്ടാ ചിലർ വീഴും, നീ പറഞ്ഞാ ചിലർ കേൾക്കും. അതൊരു നന്മയല്ലേ? അതങ്ങനെ തന്നെ ഏറ്റെടുക്കാൻ ഇന്ന് പകരക്കാലം സഭ തയ്യാറായാൽ ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയാ, വേറൊരു രീതിയിലെ ചലനവും മൂവ്മെന്റും അങ്ങനെ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളിലൂടെ, സാധാരണക്കാരിയായ അമ്മമാരിലൂടെ, സാധാരണക്കാരികളായ സഹോദരങ്ങളിലൂടെ സ്വർഗത്തിലെ ദൈവം ആ നന്മയുടെ വലിപ്പം ദൈവം വെളിപ്പെടുത്താനിടയാകും. ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. ദൈവം ആ വാക്കിനകത്ത് പറഞ്ഞിരിക്കുന്നത്, സ്തോത്രം, നീ യഥാസ്ഥാനപ്പെടുമ്പോൾ പിന്നെ നിനക്ക് നന്മ അന്നേരം നീ വന്നെന്ന് ഓർത്തുകൊണ്ട് പെട്ടെന്ന് കലക്കി കുത്തി എന്തെങ്കിലും തരികയല്ല. നിനക്ക് ദൈവം കരുതി വെച്ചിരിക്കുന്നിടത്തുനിന്ന് നീ അകന്നു പോകും. അപ്പൊ ദൈവം ചെയ്യുന്ന പരിപാടി അതിലേക്ക് നിന്നെ തിരിച്ചു പിടിക്കുക. ഈ ഉപവാസ പ്രാർത്ഥനയിലും ഇത്രയും ദിവസം ചെയ്തുകൊണ്ടിരുന്നത്, കർത്താവ് നിങ്ങളിവിടെ വന്നു, വയറൊട്ടിയിരിക്കുന്ന കണ്ടു, കവളൊട്ടിയിരിക്കുന്ന കണ്ടു, കണ്ണീരോടെ ഇരിക്കുന്ന കണ്ടപ്പോൾ അന്നേരം ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴയ്ക്കാൻ തുടങ്ങിയതല്ല. സ്തോത്രം, മനസ്സിലായോ? എവിടെയോ നിനക്ക് വേണ്ടി നീ വരുമെന്ന് പ്രതീക്ഷിച്ച് ദൈവം കരുതി വെച്ച നന്മയുണ്ട്. ആ നന്മയിലേക്ക് നിന്നെ ലൊക്കേറ്റ് ചെയ്യാനാണ് ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം എൻ്റെ ഹൃദയത്തിനകത്ത് ഈ വാക്ക് സ്വർഗം എൻ്റെ ഉള്ളിൽ തരുന്നത്. എവിടെയോ ഉണ്ട് സിസ്റ്റർ, എവിടെയോ ഉണ്ട്. അതെവിടാന്ന് നിനക്കറിയില്ല, പക്ഷെ ദൈവത്തിനറിയാം. നിന്റെ കൊച്ചിന്റെ അഡ്മിഷന്റെ കാര്യം മുതൽ ഇങ്ങോട്ട് പിടിച്ചോ. യേശുവിന്റെ നാമത്തിൽ. നിനക്കറിയില്ല ഇതുവരെയും മാർക്ക് കുറഞ്ഞു പോയി, സ്തോത്രം, എന്താണെന്നറിയില്ല. ആ കൊച്ചിനൊരു കോൺഫിഡന്റ് ഇല്ല, എന്ത് ചെയ്യുമെന്ന് അറിയില്ല, കയ്യിൽ പണമില്ല. ഇതൊക്കെ വിഷയമാണ്. പക്ഷെ എന്നോട് ദൈവം പറയുന്നു, നീ കഴിഞ്ഞ 20 കൊല്ലമായി പെട്ടകം ചുമക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിന്റെ സന്തതി നിന്റെ ഉദരത്തിൽ ഉരുവാകുന്ന കാലത്ത് അതിനുള്ള നന്മ സ്വർഗത്തിലെ ദൈവം ആ നന്മ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന്. ഭാരപ്പെടുന്നവരോട് യേശുവിന്റെ നാമത്തിൽ ആദ്യം കടന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ഇന്നത് പുറത്തു വരണം. ഞാൻ പ്രസംഗിച്ച് ഉച്ചയ്ക്ക് നിർത്തുകയല്ല, ഇന്ന് ഇതിനിടയിൽ പുറത്തു വരണം. ചിലത് ഓപ്പൺ ആകണം. നിങ്ങൾ അങ്ങോട്ട് ചോദിക്കാതെ ചിലയിടത്ത് നിങ്ങൾക്ക് കോള് വരണം, ചിലയിടത്ത് നിങ്ങൾക്ക് ഇമെയിൽ വരണം. ഇന്ന് ഈ പ്രാർത്ഥന ഈ ഞായറാഴ്ച തീരുന്നതിന് മുമ്പ് ലൊക്കേഷൻ, ഞാൻ ആ വാക്കാണ് ഇന്ന് അധികം ഉപയോഗിക്കുന്നത് പാസ്റ്ററെ. ലൊക്കേഷൻ, എവിടെയോ നിനക്ക് വേണ്ടി ഒരു ലൊക്കേഷൻ ഉണ്ട്. നിന്റെ ഇപ്പോഴത്തെ വിഷയത്തിന്, നീ ഇപ്പോ കരയുന്ന വിഷയത്തിന് അവിടെ എവിടെയോ ഒരു ലൊക്കേഷൻ ദൈവം കണ്ടിട്ടുണ്ട്. അവിടേക്ക് കഴിഞ്ഞ ചില ദിവസങ്ങളായി വചനത്തിലൂടെ, ആത്മാവിലൂടെ, അധികാരത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ ദൈവം നിന്നെ പിടിച്ചോണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ഞാൻ അതിനു വേണ്ടി ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒരുക്കി വെച്ചിട്ട് അവിടേക്ക് കൊണ്ടുപോകുന്ന ദൈവം. ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മളതല്ലേ കാണുന്നേ. ഹല്ലേലൂയ. ഒരുക്കി വെച്ചിട്ട് അവിടേക്ക് കൊണ്ടുപോകുന്ന ദൈവം, ആ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. കർത്താവ് ചില കാര്യങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചു. അവിടേക്ക് കൊണ്ടുപോവുകയാണ്. ഞാൻ ഉൽപ്പത്തിയിൽ തൊടുമ്പോൾ ദൈവം എന്നോട്, എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്നതാണെങ്കിൽ ഒരു ചിന്ത ദൈവം എന്നോട് പറയുന്നു. കർത്താവിൻ്റെ ആത്മാവ് ഇതിനകത്ത്
പ്രാവിൻ കൂട്ടം ഇറങ്ങി വരുന്നത് പോലെ ഇറങ്ങി വരണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുന്ന ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു എന്ന. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന ഒരാളുടെ മേലല്ല, ഓരോരുത്തരുടെ മേൽ. ഓ സ്തോത്രം. അതിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറരുത്, പുറകോട്ട് വലിയരുത്. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഉച്ചയ്ക്കുള്ളിൽ ഓരോരുത്തരുടെ മേൽ പതിയുന്ന ഈ അനുഗ്രഹീത സുദിനത്തിൽ നീ ഇതിനകത്തുനിന്ന് മാറി നിൽക്കരുത്, മാറി നിൽക്കരുത്. ആമേൻ. ഓറികാമാന സന്ധാരാജ ദിഗനാദാര സന്ദലരാജ റികൽ കൗഡാരവാന സദന റികൽ കമാനായ ശാരാധാര ദാനബ സന്ദര ദരാക്ഷനാദിയാര. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉടാബാരബ സന്ദനാരഗച്ഛസിയ. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഇന്ന് ജസ്റ്റ് തൊട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവം കൊണ്ടിട്ട് ഒരു ആത്മീക ചിന്ത പറഞ്ഞ് വേഗം തിരിച്ചു വരാം. ആദാമിനെ ദൈവമായ കർത്താവ് സൃഷ്ടിച്ചു. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് അവിടെ 2-ന്റെ സ്തോത്രം 8-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി. 2-ന്റെ 8 ഞാൻ വായിക്കുന്ന ഉൽപ്പത്തി. താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി. കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷങ്ങളും തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്ത് നിന്നും മുളപ്പിച്ചു. സ്തോത്രം. വായിച്ചപ്പോൾ നമുക്കൊന്നും തോന്നിയില്ല. പക്ഷെ ആ വാക്കിനെ ഒന്നുകൂടെ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ആ വാക്യത്തെ, ഞാൻ ആ ഉൽപ്പത്തി ആദാമിനെ ഒന്ന് ഓർത്ത് പോയപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടിട്ട കാര്യം പറയാം. സ്തോത്രം. ആ വാക്യത്തിൽ കണ്ടോ, ദൈവം ആദാമിനെ സൃഷ്ടിച്ചു. ആദാമിൻ്റെ മൂക്കിലേക്ക് ശ്വാസം ഊതി ജീവനുള്ള ദേഹിയായി തീർന്നു. സ്തോത്രം. എഴുന്നേറ്റ് നിന്നു, കിഴക്കൊരു തോട്ടമുണ്ടാക്കി അവിടെ കൊണ്ടുവന്നാക്കുക. അവിടെ കൊണ്ടുവന്നാക്കുമ്പോൾ ആ തോട്ടത്തിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചേ, അവിടെ എഴുതിയിരിക്കുന്ന ഒരു തോട്ടമുണ്ടാക്കി. താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി. കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതായ ഒരു വൃക്ഷമല്ല, ഓരോ വൃക്ഷങ്ങളും. പിന്നെ തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ വായിച്ചെങ്കിൽ അവിടെ 3 കാറ്റഗറിയിലെ വൃക്ഷങ്ങൾ. ഒന്ന്, സ്തോത്രം, തിന്നാൻ കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷങ്ങളും. വെറൈറ്റിയാണ്, എത്ര എണ്ണമെന്ന് അറിയില്ല. അത് കഴിഞ്ഞിട്ട് തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷം, അത് കഴിഞ്ഞിട്ട് നന്മതിന്മകളെക്കുറിച്ചുള്ള വിഷയം. അപ്പം നന്മതിന്മകളെക്കുറിച്ചുള്ള വൃക്ഷവും ജീവൻ്റെ വൃക്ഷവും നമുക്കറിയാം. പക്ഷെ അതിൻ്റെ മുകളിൽ പറഞ്ഞിരിക്കുന്നു, ആദാമിനെ ആ തോട്ടത്തിൽ കൊണ്ടാക്കിയപ്പോൾ ദൈവം ആ തോട്ടത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഈ തോട്ടത്തിനകത്ത് ഭംഗിയുള്ള ചില വൃക്ഷങ്ങൾ മുളച്ചു വരട്ടെ, കാണാൻ കൊള്ളാവുന്നതും തിന്മാൻ, സ്തോത്രം, തിന്നാൽ നല്ല ഫലമുള്ളതുമായത്. നിങ്ങൾ ഓർത്തേ, വേദപുസ്തകം പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് എൻ്റെ ചിന്തയിൽ 4-ാമത്തെ ദിവസമാണ്. സ്തോത്രം. 4-ാമത്തെ ദിവസം, സ്തോത്രം, ദൈവമായ കർത്താവ് 3-ാമത്തെ ദിവസമാണ് ദൈവം ഭൂമിയിൽ അതത് തരം വിത്തും ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഈ കാണുന്ന സകലത്തെയും 3-ാം ദിവസം മുളപ്പിച്ചതാണ്. 6-ാം ദിവസം മനുഷ്യനെ ഉണ്ടാക്കിയതിന് ശേഷം ആദാമിൻ്റെ ഏദൻ തോട്ടത്തിനകത്ത് വെച്ച് ദൈവം പറഞ്ഞു, 3-ാം ദിവസം മുളയ്ക്കാതിരുന്ന ചില വൃക്ഷങ്ങൾ, കാണാൻ ഭംഗിയുള്ളതും തിന്നാൽ ഗുണമുള്ളതും ഇന്ന് മുളയ്ക്കട്ടെ എന്ന്. അതിനർത്ഥം എന്താ? നിന്നെ കണ്ടിട്ട് മുളപ്പിക്കാൻ നിർത്തിയിരിക്കുന്ന ചില വൃക്ഷമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നീ സഭയ്ക്കകത്ത് വന്നിട്ട്, നീ ദൈവത്തിൻ്റെ കൃപയിലേക്ക് വന്നിട്ട്, നീ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചിട്ട്, നീ ജീവനുള്ള ദേഹിയായി തീർന്നിട്ട്, നീ ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങിയിട്ട്, നീ ദൈവത്തെ വിശ്വസിക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് നിനക്ക് വേണ്ടി മുളപ്പിക്കാൻ സ്വർഗം ഇട്ടിരിക്കുന്ന ചില വിത്തുകളുണ്ട്. സ്തോത്രം. ഇവിടെ കമ്പ് വെട്ടി സ്തോത്രം കുത്തി മുളപ്പിച്ച് നല്ല മുളച്ചു വരാൻ വിത്തുകൾ ഇട്ടിരുന്നു. ഞാൻ നിങ്ങളോട് പറയാം, വിശ്വാസത്തിലേക്ക് വന്ന കാലത്ത് മുളയ്ക്കാതിരുന്ന ചില വാഗ്ദത്തത്തിൻ്റെ വിത്തുകൾ 2024 മെയ് മാസത്തിലെ ഉപവാസത്തിൽ നിന്നിൽ പ്രസാദിച്ചാൽ ഇന്നത് മുളയ്ക്കാൻ സാധ്യതയുണ്ട്. സാധ്യത എന്ന് പറയുന്നത് ഒരു അവിശ്വാസമായി പോയില്ല. ഞാൻ ആത്മാവിൽ പറയുന്നു, സ്തോത്രം, നിന്റെ വീട്ടിൽ ചിലത് മുളയ്ക്കട്ടെ.
ഹല്ലേലൂയ. സ്വർഗം അതിൻ്റെ വിത്തിട്ടിട്ടുണ്ട്. എവിടെ നിന്നോ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, എവിടെ നിന്നോ പോയിട്ട് വന്നപ്പോൾ, കേരളത്തിൽ പോയിട്ട് വന്നപ്പോൾ ബാഗിനകത്ത് വെച്ച് കൊണ്ടുവന്നതല്ല ദൈവം. പിന്നെ എവിടെ നിന്നാ? അവിടെ മുളയ്ക്കാൻ പറഞ്ഞു. ഇന്ന് പകൽക്കാലം അങ്ങനെയാണെങ്കിൽ നിന്റെ വീടിനകത്ത് മുളയ്ക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. നന്മയും സമാധാനവും അനുഗ്രഹവും മുളച്ചു വരട്ടെ. അനുഗ്രഹങ്ങൾ അവിടെ മുളച്ചു വരട്ടെ. ഫലമുള്ളത്, ഗുണമുള്ളത്, പ്രയോജനമുള്ളത് മുളയ്ക്കത്തില്ലെന്ന് ശത്രു പറയുന്നിടത്ത് മുളയ്ക്കട്ടെ. അത് ദീർഘമായ പതിറ്റാണ്ടുകൾ ഈ മഹാനഗരത്തിൽ അശ്രാന്ത പരിശ്രമത്തോടെ ഉഴവുകാരന് ഉഴുന്നത് പോലെ ഉഴുത്, തരിശു നിലം ഉഴുത്, സ്തോത്രം, ഇത്രയും ദൈവത്തിന്റെ കൃപയാൽ ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് ഇവിടെ വന്ന് അനുഗ്രഹിക്കപ്പെട്ട് കടന്നുപോയ ജനങ്ങളും കർത്തൃദാസന്മാരും ഒരു വലിയ സംഘം തന്നെയുണ്ട്. അത് ഞാൻ നന്നായി മനസ്സിലാക്കുന്നു. എന്നിട്ട് ഇന്ന് പരിശുദ്ധാത്മാവിൽ ഒരു ചോദ്യം കൂടി ചോദിക്കുക. ബേഥേലിൽ ഇനിയും മുളയ്ക്കാൻ വിത്തുകളുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. സ്തോത്രം ചെയ്യുന്നു. ഈ വചനമൊക്കെ, ഈ വചനത്തിന്റെ വെളിപ്പാടാണ് ഞാൻ പറയുന്നത്. ഞാൻ കർത്തൃദാസന്മാരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒരു സെറ്റപ്പ് ദൂതല്ല. ആ വാക്കുകളെല്ലാം ദൈവത്തിന്റെ വചനം എന്റെ ഹൃദയത്തിൽ ഓർപ്പിക്കാൻ പറയുക. നിനക്കുള്ള വചനമാണെന്ന് തെളിഞ്ഞു വരുന്നത്. ഒരു പക്ഷേ ഇതിനകത്തിരിക്കുന്ന എല്ലാവർക്കും ആയിരിക്കില്ല. നിങ്ങൾക്കത് വേണ്ടെങ്കിൽ ഈ ഓൺലൈൻകാരത് കൊണ്ടുപോകും. സ്തോത്രം, ആർക്ക് വേണമെന്ന് അവനവൻ തീരുമാനിക്കട്ടെ. നിന്റെ ശുശ്രൂഷയിൽ മുളയ്ക്കാത്തതിലെ കൃപകൾ നീ ഒത്തിരി പ്രാവശ്യം ഉപവസിച്ച്, ഒത്തിരി പ്രാവശ്യം, ഹല്ലേലൂയ, ഞാൻ കുറച്ചുകൂടെ ഓപ്പൺലി പറയുന്നു, ആരും അറിയാതെ എവിടെയൊക്കെയോ പോയി ചില ദിവസങ്ങൾ പ്രാർത്ഥിച്ചും ആരാധിച്ചൊക്കെ ഇരുന്നിട്ട് മുളയ്ക്കാതിരുന്ന ദൈവത്തിന്റെ ചില നന്മകൾ, അതിന്റെ വിത്ത് കിടക്കുന്നുണ്ട്. ആദമേ, അത് മുളയ്ക്കാൻ സ്വർഗത്തിലെ ദൈവം നിന്നെ ഡിസ്ലൊക്കേറ്റ് ആക്കിയല്ല, നിന്നെ കയ്യെ പിടിച്ച് നിന്റെ ലൊക്കേഷനിലേക്ക് കൊണ്ടുവരുന്നത്. ഇന്ന് പകൽക്കാലം നിങ്ങൾ എത്ര പേര് കാണാനിടയാകും? നീ ആ ജനിച്ചടത്ത് കടന്നാൽ, നീ ആ മണ്ണിൽ കടന്നാൽ ഇത് മുളയ്ക്കില്ല. നീ വരണ്ടടത്ത് വരുമ്പോൾ രക്തത്താലെ ജയം, രക്തത്താലെ ജയം. ഹല്ലേലൂയ. ഞാൻ വീണ്ടും വ്യാഖ്യാനിക്കുന്നു, നിങ്ങളെ വിവേചിച്ചുകൊണ്ട് പറയുന്നു. സ്തോത്രം, അനുഗ്രഹിക്കപ്പെട്ട ഈ സഭയ്ക്കകത്ത് വന്നു. സ്തോത്രം, ഹല്ലേലൂയ, നല്ല കാര്യം. ഇപ്പോൾ സ്തോത്രം വേറെങ്ങും പോകുന്നില്ല, ആരാധിക്കാൻ വന്നു. പക്ഷെ ആത്മീകമായി ഒരു പടി കൂടി ഈ ഉപവാസത്തിന്റെ പ്രധാന ദിവസം പറയുന്നു. ആത്മീകമായി സ്വർഗത്തിലെ ദൈവം ഉദ്ദേശിച്ചിടത്തെത്തിയോ? സ്തോത്രം, ഹല്ലേലൂയ. ഒന്നോടെ ചോദിക്കുന്നു. സ്തോത്രം, നീ ദൈവത്തിന്റെ സഭയാം തോട്ടത്തിൽ വന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് നിന്നെ കുറിച്ച് ആഗ്രഹിച്ച ആ ലെവലിലേക്ക് എത്തിയോ? അവിടെ എത്തിയാൽ ഇന്ന് ചിലത് നിന്നിൽ മുളയ്ക്കാൻ പോകുക. ഹല്ലേലൂയ. മുളയ്ക്കാതെ ഇട്ടിരിക്കുന്ന വിത്തുകൾ ദൈവം മുളപ്പിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. മാത്രമോ, അവിടെ നിന്നാണ് പിന്നെ ഈ ആദാമിനെ കണ്ടോണ്ട ബാക്കി എല്ലാം ഉണ്ടായി. സ്തോത്രം, ഹല്ലേലൂയ. ഈ ആദാമിനെയും കൊണ്ട് ഏദൻ തോട്ടത്തിൽ വരുമ്പോൾ ഈ തോട്ടം നനയ്ക്കാൻ വേണ്ടി 4 ശാഖയായി ഒഴുകിയ ഒരു നദി ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു? അയച്ചു നോക്കൂ, ഇല്ലായിരുന്നു. ആദാം അവിടെ വന്നതിന് ശേഷം ദൈവം പറഞ്ഞത്, തോട്ടം നനയ്ക്കാൻ നദി ഉണ്ടാകട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. തോട്ടം നനയ്ക്കാൻ വേണമെങ്കിൽ ഇവിടെ നോക്കിയോ, ആ വാക്യത്തിലേക്ക് നിങ്ങൾ സ്തോത്രം ശ്രദ്ധിച്ചോ. ഓരോ വൃക്ഷവും ഉണ്ടാകട്ടെ പറഞ്ഞു. അതിന്റെ 10-ാം വാക്യം, തോട്ടം നനപ്പാൻ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു. അത് അവിടെ നിന്ന് 4 ശാഖകളായി പിരിഞ്ഞു. ഒന്നാമത്തേതിന് പീശോൻ. ഓക്കെ, താഴത്തേക്ക് നമുക്കറിയാം, സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. സ്തോത്രം. അവന്റെ, ഞാൻ ഇങ്ങനെ പറയാം, ലോകത്തിലെ ആദ്യത്തെ വീടാണ് ഈ ഏദൻ തോട്ടം. ആ വീട്ടിൽ നിന്നാണ് ലോകത്തിന്റെ നാനാ ഭാഗത്തേക്ക് ദൈവം നദി ഒഴുക്കിയത്. അന്ന് വരെ, ഒന്നോടെ ചിന്തിക്കുന്നവർക്ക് വേണ്ടി പറയാം, അന്ന് വരെ ഈ ഭൂമി വെള്ളം കൊണ്ട് മൂടിക്കിടക്കുമായിരുന്നല്ലോ. 1-ാം അധ്യായത്തിനകത്ത് പാഴും ശൂന്യമായി കിടക്കുന്ന ഭൂമി വെള്ളം കൊണ്ട് എത്ര ഖനയടിയാണെന്നറിയില്ല. മൂടിക്കിടന്ന വെള്ളം അതിന് നടുവിലൂടെ വിധാനമുണ്ടാക്കി മുകളിലേക്കുള്ള വെള്ളം മുകളിലേക്ക് മാറി, താഴേക്കുള്ള വെള്ളമെല്ലാം കൂടി ഒരു സ്ഥലത്തേക്ക് കൂടി അവിടെ സമുദ്രമായി. അപ്പം നമ്മുടെ വീടിൻ്റെ മുകളിൽ ടാങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് പോലെ സ്തോത്രം, ഈ കൂടിയ വെള്ളമെല്ലാം അവിടെ കെട്ടിക്കിടക്കുന്നു, സമുദ്രം. പക്ഷേ ഒരു ഉറവ ഈ 6-ാം ദിവസം വരെ ഭൂമിയിൽ നിന്ന് പുറത്തു വന്നിട്ടില്ലായിരുന്നു. നദി ഉണ്ടാകണമെങ്കിൽ
ടാങ്കിനകത്തേക്ക് വെള്ളം അടിച്ച് കയറ്റിയാൽ പോരല്ലോ, ഒരു ഉറവ ഉണ്ടാകുമ്പോഴല്ല. അങ്ങനെയല്ല, ലോകത്തിലെ ഏത് നദി അങ്ങനെയാ? ഏതെങ്കിലും മലയുടെ ചോട്ടിൽ ചെറിയൊരു ഉറവ പൊട്ടും, ആ ഉറവ ഒഴുകും, പിന്നെ പല ഉറവകൾ ഒന്നിച്ചു ചേരും, അത് തോടാകും, പിന്നെയും ഒഴുകും, വീതിയാകും, പിന്നെ അത് നദിയാകും, കടലിൽ ചേരും. അങ്ങനല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ന് പകരക്കാലം ഓർക്കാം, അതുവരെ ഒരു ഒഴുക്കില്ലായിരുന്നു. പക്ഷെ അന്ന് ദൈവം ഒരു ഒഴുക്ക് ആരംഭിച്ചു. യേശുവിന്റെ നാമത്തിൽ നിന്റെ ജീവിതത്തിന്റെ ഒഴുക്കുകളെ പിടിച്ചു നിർത്തിയിരിക്കുന്ന, നിന്റെ ശുശ്രൂഷയുടെ ഒഴുക്കുകളെ ഇടക്കാലം കൊണ്ട് സ്റ്റക്കാക്കിയിരിക്കുന്നത്, ഇന്ന് പകൽക്കാല സ്വർഗത്തിലെ ആത്മാവ് ആ ലൊക്കേഷനിലേക്ക് നീ വന്നു കഴിയുമ്പോൾ നിന്റെ കാഴ്ചവട്ടിൽ നിന്ന് ശാഖകൾ പിരിഞ്ഞൊഴുകാൻ തുടങ്ങണം. സ്തോത്രം ചെയ്യുന്നു. നന്മയിലേക്ക് നിന്നെ യഥാസ്ഥാനപ്പെടുത്തും. ദൈവം നമ്മളെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിപ്പിക്കാൻ വേണ്ടി കരുതി വെച്ചിരിക്കുക. അതിനെക്കുറിച്ച് പുതിയ നിയമത്തിനകത്ത് എഫേസ്യ ലേഖനത്തിൽ പറയപ്പെട്ടിരിക്കുന്നൊരു വാക്കുണ്ട്. ആ വാക്ക് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യമാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കാമോ? 2:10. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തിക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ആ വാക്ക് നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ നമ്മളെ വീണ്ടും ജനിപ്പിച്ചപ്പോൾ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ 10 മാസം കടന്ന് അങ്ങനെ പുറത്തു വന്നവരാണ് ഈ ഭൂമിയിലെ നമ്മളെല്ലാവരും. പക്ഷേ രക്ഷിക്കപ്പെട്ടപ്പോൾ ഈ വാക്ക് പറയുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് നാം ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരായി. എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? 10-ാം വാക്യം, നാം അവൻ്റെ കൈപ്പണിയെ സൽപ്രവൃത്തികൾ ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടു. ഇൻ ക്രൈസ്റ്റ്. പുതിയ നിയമത്തിൽ ഒരുപാട് പ്രാവശ്യം പറയുന്നൊരു വാക്കാണ് ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടു. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്ന സൽപ്രവർത്തിക്കായിട്ട്. അടുത്ത വാക്ക്, നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവയെല്ലാം എന്ത് ചെയ്തിരിക്കുക? മുന്നൊരുക്കിയിരിക്കുക. അതിൻ്റെ അർത്ഥം എന്താ? സിമ്പിളാണ്. വലിയ സ്വത്രം എന്താ പറയുക, ആശയപ്പശീൻ്റെ കാര്യമില്ല. കാരണം മുന്നൊരുക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളെ ദൈവമായ കർത്താവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്തിട്ടിരിക്കുന്നു. മുന്നൊരുക്കുക എന്ന് പറഞ്ഞാൽ സ്തോത്രം, ഞാൻ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം ക്രിസ്തുവിൽ വീണ്ടും ജനിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം മുന്നൊരുക്കിയിട്ടിരിക്കുകയാണ്. സ്തോത്രം. അത് വേറെ ആരെ കൊണ്ടും ദൈവം ചെയ്യിപ്പിക്കുകയല്ല. നീ ചെയ്യേണ്ട കാര്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് വെച്ചിട്ടാണ് സ്വർഗത്തിലെ ദൈവം നിന്നോട് ഉപവാസം ഇരിക്കാൻ പറഞ്ഞ. കാരണം എന്താ? നിന്നെ ആ ലൊക്കേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം ചെയ്യാൻ വേണ്ടി ദൈവം പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ചെയ്തു തുടങ്ങാൻ. നമ്മൾ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ കണ്ടേക്കാം. നമ്മൾ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ എല്ലാം നല്ലതാണ്. എല്ലാ ചൊവ്വാഴ്ചയും നല്ല കാര്യമാണ്. റെയിൽവേ സ്റ്റേഷനിൽ പോയി 100 ട്രാക്റ്റ് കൊടുക്കുന്നു. നാം ചെയ്തു പോരുന്ന കാര്യമാണ്. നല്ല കാര്യം. സ്തോത്രം. ഒരു തെറ്റുമില്ല. ആളുകൾ മാനസാന്തരപ്പെടാം. ആശുപത്രിയിൽ പോയി പ്രാർത്ഥിക്കാം. നല്ല കാര്യമാണ്. സ്തോത്രം. എല്ലാ വർഷവും വീടിൻ്റെ മുറ്റത്ത് ഒരു മിനി കൺവെൻഷൻ നടത്താം. ചെയ്തു പോരാം. നല്ല കാര്യമാണ്. പക്ഷേ നാം ഈ ചെയ്യുന്നതിനേക്കാൾ അപ്പുറം നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ദൈവം മുന്നൊരുക്കിയ ചില സംഭവങ്ങളുണ്ട്. ചിലരുടെ വിടുതൽ നിന്നിലൂടെ നടക്കുകയുള്ളൂ. ചിലർക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചെങ്കിലേ നടക്കുകയുള്ളൂ. അത് മുന്നൊരുക്കിയിരിക്കുക ദൈവം. ആ മുന്നൊരുക്കിയിരിക്കുന്ന സ്ഥിതിയിലേക്ക് സ്വർഗത്തിലെ ദൈവം നിന്നെ യഥാസ്ഥാനപ്പെടുത്താൻ, അങ്ങോട്ട് ചേർക്കാൻ, ആ സ്ഥാനത്തേക്ക് നിന്നെ ലൊക്കേറ്റ് ചെയ്യാൻ കർത്താവിൻ്റെ ആത്മാവ് ഈ പുൽപ്പിറ്റ് നിൽക്കുന്ന സമയം മുതൽ നിങ്ങൾ ഗ്രഹിക്കുന്ന പലരോടും കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട്. ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു, നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരും. സ്തോത്രം. നിങ്ങളുടെ നിലവാരത്തിന് മാറ്റം വരും. നമ്മൾ ആരോടെങ്കിലും ചോദിച്ച് കാല് പിടിച്ച് സ്തോത്രം കൈക്കൂലി കൊടുത്ത് അങ്ങനെ ഒന്നുമല്ല. എൻ്റെ ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അതിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരും. ഈ പ്രാവശ്യത്തെ പ്രാർത്ഥന കഴിയുമ്പോൾ കൃത്യമായ ഒരു സ്ഥാനത്തേക്ക് ദൈവമായ കർത്താവ് കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവിടെ വെച്ച് ദൈവത്തിൻ്റെ മഹത്വം നിന്നെ കാണിക്കാൻ, അതിലേക്കുള്ള വഴികൾ ചിലപ്പോൾ കഠിനമായിരിക്കാം, പക്ഷെ അവിടെ എത്തിച്ചേ ദൈവം അടങ്ങത്തുള്ളൂ. അതിനിടയിൽ വരുന്ന ഏത് കാര്യങ്ങളെയും സ്വർഗത്തിന് ദൈവം തട്ടിക്കളയും. ഇനി പ്രധാനമായി ഞാൻ ഇതിൻ്റെ ബാക്കി ഒരു അല്പം ഇട്ടിട്ട് പിന്നെ വൈകുന്നേരത്തേക്ക് ചേർത്ത് വെച്ച് പറയുന്നതിനേക്കാൾ മറ്റൊരു സന്ദേശം വൈകുന്നേരം പറയാമെന്നുള്ള ചിന്ത കൊണ്ട് തിടുക്കത്തോടെ ഞാൻ മറ്റതെല്ലാം ഇച്ചിരി ചുരുക്കിയിട്ട് സ്തോത്രം ദൈവം മടക്കി വരുത്തിയ
ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറയുമ്പോൾ അതിനകത്ത് നിങ്ങൾക്കുള്ള വ്യക്തിപരമായ, ഇപ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വിഷയത്തെക്കുറിച്ച് വ്യക്തിപരമായ ചില കാര്യങ്ങൾക്കുള്ള മറുപടി ദൈവത്തിൻ്റെ ആത്മാവ് അതിനകത്ത് തരുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. സ്തോത്രം. ധൃതി പിടിക്കാതെ, മയങ്ങാതെ, പ്രാർത്ഥനയോടെ, സ്തോത്രം, അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയം മുഴുവൻ സ്തോത്രത്തിൽ ജാഗരിച്ചിരുന്നാൽ ഒരു ബ്രേക്ക് ത്രൂ അടുത്ത ചില വാക്കുകളിൽ കൂടെ സംഭവിക്കും. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്കിതാണ്. സ്തോത്രം. ദൈവത്തെയാണ് ഈ വാക്യത്തിനകത്ത്, അഥവാ ഈ സ്തോത്രം എബ്രായർ ലേഖനം 13-ാം അധ്യായത്തിനകത്ത് ദൈവത്തെയാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ആ ദൈവം എന്ത് ചെയ്യും? മടക്കി വരുത്തും. അതിനൊരു തെളിവ് കൊടുത്തത് വേറെ ആരെയല്ല, യേശുക്രിസ്തുവിനെ മടക്കി വരുത്തിയ ദൈവം. സ്തോത്രം. എവിടെ നിന്ന്? മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ ദൈവം. ഏറ്റവും ഒരുപാട് പേരെ, പിന്മാറ്റത്തിൽ പോയവരെ, മരിച്ചു പോയവരെ, കല്ലറയിൽ കൊണ്ടിട്ടവരെയൊക്കെ ദൈവം മടക്കി വരുത്തിയിട്ടുണ്ട്. പക്ഷേ യേശുക്രിസ്തുവിനെ മടക്കി വരുത്തിയതാണ് ഈ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ രേഖപ്പെടുത്താൻ ദൈവാത്മാവ് എഴുത്തുകാരനെ പ്രേരിപ്പിച്ചത്. യേശുക്രിസ്തുവിലേക്ക് നമുക്ക് വരാം. സ്തോത്രം. അതിനേക്കാൾ മുമ്പ് ഒന്ന് രണ്ട് പേരെ നിങ്ങൾക്കുള്ള വ്യക്തിപരമായ ദൂതിന് വേണ്ടി പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. ഒന്ന് രണ്ട് പേരെ, ഒരിക്കലും മടങ്ങി വരില്ല എന്ന് വിചാരിച്ച പലരെയും എൻ്റെ ദൈവം, അവരെ ദൈവം ആഗ്രഹിച്ചത് ബാക്കി കിടക്കുന്നത് കൊണ്ട് മടക്കി വരുത്തിയിട്ടുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. അതിലിന്നും ദൈവശക്തരാണ്. ഞാനത് ഈ സഭയിൽ ഊന്നിപ്പറയേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. നിങ്ങളിൽ എത്രയോ പേർക്ക് അതിൻ്റെ നേർക്കാഴ്ചകളും അനുഭവങ്ങളും കാണാനും മനസ്സിലാക്കാനൊക്കെ ഇടയായിട്ടുണ്ട്. പക്ഷേ ഇന്ന് കർത്താവ് അത് എന്നോട് റിവീൽ ചെയ്ത് ഓർപ്പിക്കാൻ ഒന്ന് രണ്ട് പേരെ മാത്രം കൊണ്ടുവരികയാണ്. ഒന്ന് വായിക്കാം നമുക്ക്. ശൗമേലിൻ്റെ പുസ്തകത്തിലൊരു വാക്യം വായിക്കാം. 2 ശൗമേൽ 19-ാം അധ്യായം 24-ാമത്തെ വാക്യം. 2 ശൗമേൽ 19-ാം അധ്യായം 24-ാമത്തെ വാക്യം ഒന്ന് വായിച്ചിട്ട് നമുക്ക് ആ പശ്ചാത്തലം ഒന്ന് പിടിക്കണം. 24-ാമത്തെ വാക്യം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ശൗലിന്റെ മകനായ മെഫീബോശേത്തും രാജാവിനെ എതിരേൽപ്പാൻ വന്നു. രാജാവ് പോയ ദിവസം മുതൽ സമാധാനത്തോടെ മടങ്ങി വന്ന ദിവസം വരെ. സമാധാനത്തോടെ മടങ്ങി വന്ന ദിവസം വരെ. അത്രയും വാക്ക് മാത്രം മതി. രാജാവ് പോയ ദിവസം മുതൽ സമാധാനത്തോടെ മടങ്ങി വന്ന ദിവസം വരെ. ഇവിടെ ഒരു രാജാവ് മടങ്ങി വന്ന കാര്യം പറയുക. മടങ്ങി വന്നതല്ല, ദൈവം മടക്കി വരുത്തിയതാണെന്ന് തെളിയിക്കാം നമുക്ക്. മറ്റ് രാജാക്കന്മാരാരുമല്ല, ദാവീദിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഈ ചരിത്രം അറിയണമെങ്കിൽ ഒരു 15-ാം അധ്യായം മുതലെങ്കിലും നമ്മൾ പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. അത്രയും വിശദീകരിക്കാൻ ഇനി സമയം നമുക്ക് അനുവദനീയമല്ലാത്തതുകൊണ്ട് ചുരുക്കാൻ ഞാൻ. സ്തോത്രം. ദാവീദ് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെ കണ്ടിട്ടുണ്ട്. ഒത്തിരി പ്രതിസന്ധികളിൽ നിന്ന് മടക്കി വരുത്തിയിട്ടുണ്ട് ദൈവം. എന്നാൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വേള അത് മറ്റൊന്നുമല്ല, ദാവീദിൻ്റെ മക്കളിൽ ഏറ്റവും ബുദ്ധിയുള്ളവനും സൗന്ദര്യമുള്ളവനുമായ അബ്ശാലോം അഖീതോഫേലിനെയും കൂടി കൂട്ടുപിടിച്ച് സ്തോത്രം രാജാവിനെ അഥവാ ദാവീദിനെ ഭരണത്തിലിരിക്കുന്ന സമയത്ത് തന്നെ ദാവീദിനെ മാനസികമായിട്ട് പ്രയാസത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു സംഭവം നിങ്ങൾക്കറിയാതെ. സ്തോത്രം. ആ ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. ആ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് 3-ാം സങ്കീർത്തനം രചിച്ചത്. 3-ാം സങ്കീർത്തനത്തിനകത്ത് ആളുകൾ ദാവീദിനെ കുറിച്ച് പറഞ്ഞൊരു വാക്ക് എഴുതിയിട്ടുണ്ട്. യഹോവയിങ്കൽ പോലും ഇവന് രക്ഷയില്ലെന്ന് പലരും അവനെക്കുറിച്ച് പറയുന്നു. അതിനർത്ഥം എന്താ? മലയാളിയുടെ പക്ഷഭാഷ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ദൈവം നോക്കിയാൽ പോലും ഇനി ഇവൻ രക്ഷപ്പെടിയാല എന്ന ആളുകൾ പറഞ്ഞു. കാരണം സിംഹത്തിൻ്റെ വായിൽ നിന്ന് ദാവീദ് രക്ഷപ്പെട്ടിട്ടുണ്ട്, കരടിയുടെ വായിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്, ഗോലിയാത്തിൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്, ശൗലിൻ്റെ മുമ്പിൽ നിന്ന് പലവട്ടം രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അബ്ശാലോമിൻ്റെയും അഖീതോഫേലിൻ്റെയും തന്ത്രത്തിൻ്റെ മുമ്പിൽ ദാവീദ് അടിവറച്ചു പോയി. സ്തോത്രം. 15-ാം അധ്യായത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്. പേടിച്ചിട്ട് അദ്ദേഹം കൊട്ടാരത്തിൽ നിന്ന് ചെരുപ്പ് പോലും ഇടാതെ തല മൂടിക്കൊണ്ട് ഒലുമലയിലേക്ക് പോയി എന്നാണ് 15-ാം അധ്യായത്തിലെ 33-30 വാക്യങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത്. പത്രയ്ക്ക് വീട് വിട്ട് പോകേണ്ടി വന്നു, ഓടിപ്പോകേണ്ടി വന്നു. പോകുന്ന നേരം ആ കാലഘട്ടത്തിലെ മഹാപുരോഹിതൻ ദാവീദിൻ്റെ അടുക്കലേക്ക് ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ടുവന്നിട്ട് പറഞ്ഞു, യജമാനനെ, പോകുമ്പോൾ ഈ പെട്ടകവും കൂടി കൊണ്ടുപോകാൻ വേണ്ടി പറയുന്ന ഒരു രംഗം 15-ാം അധ്യായത്തിലുണ്ട്. അവിടെ പറയുന്ന സമയത്ത് ദാവീദ് ഒരു വാക്ക് പറഞ്ഞു, ദൈവത്തിന് എന്നെ ജീവനോട് ശേഷിപ്പാൻ മനസ്സുണ്ടെങ്കിൽ ഞാൻ മടങ്ങി വന്നിട്ട് തിരുനിവാസവും ഈ പെട്ടകവും കണ്ടോളാം. സ്തോത്രം. പെട്ടകം
നീ ആലയത്തിലേക്ക് അല്ലെങ്കിൽ അതിനുള്ള കൂടാരത്തിലേക്ക് എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ മനസ്സുകൊണ്ട് ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ പോയത്. ഒലുമലയുടെ മോളിൽ പോയിരുന്ന് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുക. ഇനി ഒരു മടങ്ങി വരവ് ഉണ്ടാകില്ല, സംഭവിക്കുമോ എന്നറിയില്ല. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗത്തിലെ ദൈവം മടക്കി വരുത്തുന്ന ദൈവം പ്രവർത്തിക്കാൻ ആരംഭിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. ദാവീദിനെ മടക്കി വരുത്താൻ വേണ്ടി, അല്ലെങ്കിൽ ദാവീദിനെ കുറിച്ച് ദൈവം ചെയ്യിപ്പിക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം 5 പേരെ തട്ടിക്കളഞ്ഞു. സ്തോത്രം. കാരണം സ്വർഗസ്ഥൻ, ഞാൻ പഴയ നിയമത്തിൽ നിന്ന് എടുത്തിട്ട് ഒരു ആവേശം കൊള്ളിക്കാൻ വേണ്ടി കൊല്ലും കൊലയും പറയുകയല്ല ഈ ഉപവാസത്തിൻ്റെ ഇടയിൽ, പക്ഷേ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടി പറയുക. ഒരുവനെ കൊണ്ട് ദൈവം ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് വിരോധമായി പൊങ്ങി വരുന്നത് എത്ര ബുദ്ധിരാക്ഷസന്മാരാണെങ്കിലും അതിന്മേൽ കൈവയ്ക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇതിനകത്ത് സ്തോത്രം ചെയ്യുമ്പോൾ ആരും ഇല്ലാതാകണമെന്നല്ല, ആർക്കും ന്യായവിധി ഉണ്ടാകണമെന്നല്ല, ആരും തകർന്നു പോകണമെന്നല്ല, മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് ആ ഭാഗത്ത് ഇടപെടുന്നത്. സ്തോത്ര, ഹല്ലേലൂയ. നിനക്ക് മുമ്പോട്ട് പോകാൻ കഴിയാതെ വണ്ണ് നിന്നെ ഓടിച്ചൊരു സ്ഥലത്ത് ഒതുക്കിയിരുത്തിയിരിക്കുന്നത്, നിനക്ക് താഴെ ഇറങ്ങാൻ കഴിയാതിരിക്കുന്നത്, സ്വന്തം കുടുംബത്തിനകത്ത് നിന്ന് തന്നെ ശത്രുവിനെ പോലെ ചില കാര്യങ്ങൾ എഴുന്നേറ്റിരിക്കുന്നത്, അതും സ്വർഗത്തിലെ ദൈവം കണ്ടിട്ടുണ്ട്. ഈ പ്രാർത്ഥനയിൽ വെച്ച് ആ വിഷയത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം ഒരു മടങ്ങി വരുത്തിയ ദാസ്ഥാപനം തരാൻ കർത്താവിനെ കൊണ്ട് കഴിയാതിരിക്കുകയല്ല. പരിശുദ്ധാത്മാവ് ചെയ്യാൻ വിശ്വസ്തനായ ദൈവമാണ്. എത്രയോ ഘട്ടങ്ങളിൽ ദാവീദിനെ ദൈവമായ കർത്താവ് നിലനിർത്താൻ വേണ്ടി ഇതൊക്കെ ചെയ്തെന്നറിയാമോ? സ്തോത്രം. ശൗലിനെ ദൈവമായ കർത്താവ് കുറേ നാൾ അനുവദിച്ചു. 10-13 വർഷങ്ങൾ ദാവീദിന് വിരോധമായി വീട്ടിൽ കിടത്തി ഉറക്കാതെ, സ്തോത്രം, ദാവീദിൻ്റെ പിന്നാലെ കാട്ടിലൂടെ ഇട്ട് ഓടിച്ചു. 13 കൊല്ലം ദൈവം മിണ്ടിയില്ല. സ്തോത്രം. ഒറ്റപ്പെട്ടു, കഷ്ടപ്പെട്ടു, മഴയും വെയിലും എല്ലാം കൊണ്ടു പാറക്കെട്ടുകൾക്കിടയിൽ കിടന്നുറങ്ങി. സ്തോത്രം. ഒരു ദിവസം ദാവീദിൻ്റെ മനസ്സ് ഇളകാൻ തുടങ്ങി. 1 ശമൂവേൽ ഒരു വാക്ക് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ഞാൻ ഒരു ദിവസം ശൗലിൻ്റെ കയ്യാൽ മരിക്കുകയുള്ളൂ, ഫെലിസ്ത്യരുടെ ദേശത്തേക്ക് ഓടിപ്പോവുകയല്ലാതെ ഇനി എനിക്ക് രക്ഷയില്ല. ഇത് പറഞ്ഞത് സ്വർഗത്തിലെ ദൈവം കേട്ടു. ഇത് ഹൃദയത്തിൽ പറഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയാം, സ്തോത്രം, നമ്മുടെ മനസ്സിനകത്തുനിന്ന് ഉരുകി പറയുന്ന ചില വാക്കുകൾ അത് സ്വർഗം കേട്ടാൽ അന്ന് ദൈവത്തിൻ്റെ നടപടികൾ ആരംഭിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയ്ക്കകത്തും ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഇരുന്നു കൊണ്ട് കർത്താവിൻ്റെ പാദപീഠത്തിൽ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കിയിട്ട് ഉരുകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ശത്രു എനിക്കിനി രക്ഷയില്ല എന്ന് നിന്നെ കൊണ്ട് ശത്രു പറയിപ്പിക്കത്തക്ക രീതിയിൽ അടിവേരി മാന്തുന്ന ഏതെങ്കിലും വിഷയങ്ങൾ അടരാടി നിൽക്കുന്നുണ്ടെങ്കിൽ, കർത്താവിൻ്റെ ആത്മാവിൽ നിന്ന് പകൽക്കാലം മടക്കി വരുത്തുന്ന പരിശുദ്ധന്റെ കരം യേശുവിൻ്റെ നാമത്തിൽ പ്രയോജനപ്പെടാനിടയാകട്ടെ. അതിനപ്പുറത്തേക്ക് ചില സംഭവങ്ങൾ നടന്നത് സത്യമാണെങ്കിലും ദൈവം തന്നെ നടപടി ആരംഭിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. സ്വർഗസ്ഥനായ ദൈവം ചില കാര്യങ്ങൾ ആരംഭിച്ചു. സ്തോത്രം. എന്ത് ചെയ്തു ദൈവം? പെട്ടെന്ന് ഫെലിസ്ത്യരെ ഇസ്രായേലിനെ യുദ്ധം ചെയ്യാൻ വേണ്ടി വിളിച്ചു. ശൗലും യോനാഥാനും കൂടി യുദ്ധത്തിന് പോയി. ചുരുക്കി പറഞ്ഞാൽ ഗിൽബോവ പർവ്വതത്തിൽ വെച്ച് സ്വന്തം വാള് കുത്തിച്ചാരി വെച്ച് അതിന്മേൽ കമന്ന് വീണ് ശൗല് തീർന്നു. സ്തോത്രം, ഹല്ലേലൂയ. ദാവീദിനെ തന്നെ ഭാഷയെ പറഞ്ഞാൽ അങ്ങനെ അല്ലായിരുന്നു അദ്ദേഹം തീരേണ്ടത്. പിന്നെയോ ചിലരെ നിലനിർത്താൻ വേണ്ടി, ചിലരെ കൊണ്ട് ചെയ്യിപ്പിക്കുമെന്ന് ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യേണ്ട സമയമാകുമ്പോൾ അത് ചെയ്യാതിരിക്കാൻ വേണ്ടി ഏതൊക്കെ വിധത്തിൽ തന്ത്രങ്ങളുമായി സ്വസ്ഥത കെടുത്തുന്ന വലിയ വ്യാപാരങ്ങൾ സംഭവിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഒതുങ്ങത്തില്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആത്മാവിൽ ഇന്നത് പറയുമ്പോൾ വിശ്വസിച്ച് തുടങ്ങണം. സ്വർഗം ഈ പ്രാർത്ഥന തീരുന്നതിനേക്കാൾ മുമ്പ് ദൈവം ചില പ്രവർത്തികൾ ആരംഭിക്കുകയാണ്. കർത്താവ് ചില കാര്യങ്ങൾ അറിഞ്ഞാൽ, ചില കാര്യങ്ങൾ കണ്ടാൽ, ചില കാര്യങ്ങൾ നിന്റെ മനസ്സിളകിയത് കണ്ടാൽ, ഉപവാസ പ്രാർത്ഥനയ്ക്കിടയിൽ നീ ഞരങ്ങിയത് കണ്ടാൽ, നിന്റെ ഹൃദയം സ്തോത്രം വേദനിച്ചത് കണ്ടാൽ, നീ ഭാരപ്പെട്ടത് കണ്ടാൽ, സ്വർഗത്തിലെ ദൈവം അടങ്ങിയിരിക്കുന്നവനല്ല, കണ്ണടച്ചിട്ട് കടന്നു പോകുന്നവനല്ല. ദൈവം എവിടെയോ കരുക്കൾ നീക്കുന്നുണ്ട്, ദൈവം എവിടെയോ കാര്യങ്ങൾ നീക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ കാര്യം നടക്കാൻ, നിന്നെ മടക്കി വരുത്താൻ സ്വർഗത്തിലെ ദൈവം ചിലതിനെ നീക്കിക്കളഞ്ഞിട്ട് ദൈവം ചെയ്യുന്നുണ്ട്. വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിറവോടെ ഈ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിലേക്ക് എത്തുന്നതിനേക്കാൾ മുമ്പ്
ഗ്ലോറി ടു ജീസസ്, ഹല്ലേലൂയ. ശൗലിനെ ദൈവമായ കർത്താവ് തട്ടിമാറ്റി. അഹീതോഫേല് ഏറ്റവും ബുദ്ധിമാനായിരുന്നു. ദാവീദ് അഹീതോഫേൽ ഇല്ലാതാകണമെന്ന് പ്രാർത്ഥിച്ചില്ല, അവൻ്റെ ആലോചന വ്യർത്ഥമാകണമെന്നേ പ്രാർത്ഥിച്ചുള്ളൂ. പക്ഷെ സംഭവിച്ചാലെന്നറിയാമോ? ആലോചന വ്യർത്ഥമായപ്പോൾ ഇനി അഹീതോഫേൽ ജീവിച്ചിരുന്നാൽ ദാവീദിന് സ്വസ്ഥത കിട്ടിയ സ്തോത്രം. പ്രത്യക്ഷത്തിൽ ഒരു എതിരാളിയെ പോലെ എഴുന്നേറ്റ് വന്നപ്പോൾ സ്വർഗം തീരുമാനിച്ചു, അവൻ്റെ ആലോചനയൊക്കെ ഏത് വിധത്തിലായിരുന്നെങ്കിലും അതോടുകൂടി അഹീതോഫേലിനെ ദൈവമായ കർത്താവ് തട്ടിക്കളഞ്ഞു. സ്തോത്രം. അബ്ശാലോം തൻ്റെ മകനാണ്. ദൈവം തൂക്കി നോക്കും. ഞാൻ എൻ്റെ പ്രസംഗത്തിൽ സാധാരണ പറയാറുണ്ട്, ദൈവത്തിൻ്റെ കയ്യിലൊരു തുലാസുണ്ട്, ആ ത്രാസിനകത്ത് ദൈവം തൂക്കും. സ്തോത്രം. ആ തൂക്കത്തിനകത്ത് നീ ദൈവത്തിന് ലാഭമെന്ന് കണ്ടാൽ നിനക്ക് വിരുദ്ധമായ എന്തിനേയും ദൈവം തട്ടിമാറ്റും. സ്തോത്രം. 30-ാം സങ്കീർത്തനത്തിനകത്ത് ദാവീദ് ഒരു വാക്ക് പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സ്തോത്രം. ഞാൻ കുഴിയിലിറങ്ങിപ്പോയാൽ നിനക്കെന്ത് ലാഭം, നിനക്കെന്ത് ലാഭം. ചിന്തിക്കുന്നവർക്ക്, വേദവസ്തം വായിക്കുമ്പോൾ ചിന്തിക്കുന്നവർക്ക് അതൊരു ചലഞ്ച് വേർഡാണ്. എന്താ പറഞ്ഞത്? ദൈവത്തോട് പറയുകയാണ്, ഞാനിപ്പോൾ കുഴിയിലിറങ്ങാന്ന് പറഞ്ഞാൽ 6 അടി മണ്ണിൽ ഈ വയ്യാതെ കിടക്കുന്ന സമയത്ത് ഇവിടെ വെച്ച് മരിച്ച് ഒരു ശവസംസ്കാരത്തിലൂടെ ഈ 6 അടി മണ്ണിലേക്ക് ഞാൻ കുഴിയിലേക്ക് ഇറങ്ങിപ്പോയാൽ ദൈവത്തോട് ചോദിക്കുന്നു, അതുകൊണ്ട് നിനക്കെന്ത് ലാഭം? സ്തോത്രം. അങ്ങനെ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് ലാഭമല്ല, സ്വർഗത്തിന് ലാഭമാണെന്ന് അങ്ങനെ ചിന്തിക്കാൻ ഇതിനകത്ത് ആരെങ്കിലും തയ്യാറാണെങ്കിൽ അവർക്ക് വേണ്ടി ദൈവമായ കർത്താവ് നിങ്ങളെ നിലനിർത്താൻ വേണ്ടി ഏതറ്റം വരെ ചെല്ലണോ, ആരെയൊക്കെ തൊടണോ, ആരെയൊക്കെ പിടിക്കണോ, അതിനെല്ലാം ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. അബ്ശാലോമിനെ ദൈവമായ കർത്താവ് ദാവീദ് മടങ്ങി വരുന്നതിനൊക്കെ തട്ടിക്കളഞ്ഞു. നാബാൽ എന്ന് പറയുന്ന ഒരു വലിയ ജന്മി ഉണ്ടായിരുന്നു, വലിയ മുതലാളി. ആടുകളുടെ വളർത്തി അതിൻ്റെ രോമം കത്തിരിച്ച് വിറ്റ്, സ്തോത്രം, അതുകൊണ്ട് ബഹുസമ്പന്നനായ മനുഷ്യൻ. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആടുകളുടെ രോമം കത്തിരിക്കുമ്പോൾ ആ സ്തോത്ര ദിവസങ്ങളെല്ലാം നാട്ടുകാർക്ക് മുഴുവനുള്ള ആഹാരം അവിടെ നിന്നാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം നാട്ടുകാർക്ക് അദ്ദേഹം വലിയ നല്ലവനാണ്. പക്ഷെ ദാവീദിനെ അദ്ദേഹം ആക്ഷേപിച്ചയച്ചു. സ്തോത്രം. അതൊന്നും വലിയൊരു ഗുരുതരമായ കാര്യമല്ല, പക്ഷെ ദൈവം ചില കാര്യം സീരിയസ് ആയിട്ട് എടുത്തതാണ്. ഒരു നേരത്തെ ആഹാരത്തിന് ചെന്നു, അവൻ പറഞ്ഞു സ്തോത്രം ഇവിടെ ആഹാരം ഇല്ലെന്ന് പറഞ്ഞു കേട്ടു. അതൊരു വലിയ സംഭവമല്ല. പക്ഷെ ദൈവം ആ വിശപ്പിൻ്റെ വിളിക്കകത്ത് നൊമ്പരപ്പെട്ട് ചെന്നപ്പോൾ അപമാനിച്ച് വിട്ടത് വലിയ ഗൗരവമായിട്ടെടുത്തു. നാബാല് ഇല്ലാതായി. സ്തോത്രം. ഞാനിങ്ങനെ പറയാം, ഈ വായിച്ച 19-ാമത്തെ അധ്യായത്തിനകത്ത് സ്തോത്രം, ദാവീദ് ഒരിക്കലും മടങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അടവുകളും അഹീതോഫേലും അബ്ശാലോമും കൂടി ചെയ്തതാണ്. പക്ഷെ ദൈവം അവനെ മടക്കി വരുത്തി. ദിനവൃത്താന്ത പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ദാവീദ് നന്നാ വയസ്സ് എന്നവനായി ധനവും മാനവും ബഹുമാനവും എല്ലാം തികഞ്ഞവനായി മരിച്ചു. സ്തോത്രം. ദൈവത്തിൻ്റെ പദ്ധതിയിൽ തികഞ്ഞവനായി മരിക്കേണ്ടവനെ സ്തോത്രം ഒന്നുമല്ലാത്തവനായി തീർക്കാൻ ശത്രു വിതച്ച കാള എൻ്റെ ദൈവം ആ പ്രാർത്ഥനയ്ക്കകത്ത് പറിച്ചു എന്ന് വേണം പറയാൻ. ഇന്ന് പകലിൽ ദൈവാത്മാവ് ഈ വാക്കുകളെല്ലാം പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുകയാണ്. കർത്താവിൻ്റെ നാമത്തിൽ നിൻ്റെ ശരീരത്തിലോ കുടുംബത്തിലോ നിൻ്റെ ബിസിനസ്സിലോ എവിടെയെങ്കിലും നീ അറിയാതെ നിന്നെ ഒരു സീറോവാക്കി മാറ്റാൻ വേണ്ടിയിട്ട്, നമുക്കറിയാം ഒരു കൊച്ചു രോഗം മതി ഉണ്ടാക്കിയതെല്ലാം സീറോവാകാൻ. അതിനു വേണ്ടി വിതച്ചിരിക്കുന്നത് ഇന്ന് പകൽക്കാല സ്വർഗത്തിലെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇരുന്നു കൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന വേളയിൽ സ്വർഗത്തിലെ ദൈവം ആ കാള പറിക്കണം. വിശ്വസിച്ച് എല്ലാ ഹല്ലേലൂയ അതിര് കടന്ന് വിശ്വസിച്ചാൽ ദൈവസഭയിൽ ഇരുന്നോണ്ട് ഈ ദൂത് കേൾക്കുന്നത്. ശ്രോത്ര, ഡയബറ്റിസ് മുതൽ ഇന്ന് പറഞ്ഞു പോകും. നിന്റെ കിഡ്നി അത് ബാധിക്കരുത്, നിന്റെ ലിവറിനെ അത് ബാധിക്കരുത്. യേശുവിന്റെ നാമത്തിൽ ഇത് പകരക്കാലം നിന്നെ കൊണ്ട് ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ട്. സ്വർഗം അത് ചെയ്യാൻ തുടങ്ങുകയാണ്. നിന്നെ നീക്കി വെച്ചിരിക്കുന്നത് ഇനിയും ചില കാര്യങ്ങൾ ചെയ്തെടുക്കാനാണ്. അതിന് വിരുദ്ധമായ സകല കാര്യങ്ങളുടെ മേലും
ദാവീദ് മടങ്ങി വരില്ലെന്ന്, സ്തോത്രം, മടങ്ങി വരില്ലെന്ന് അവിടുത്തെ ഇസ്രായേലിലെ മുഴുവൻ ആളുകൾ പറഞ്ഞു. യഹോവ നോക്കിയാൽ പോലും ഇനിയും മടങ്ങി വരില്ല. പക്ഷെ എൻ്റെ ദൈവം ആരാന്നറിയാമോ? ആര് സഹായത്തിനില്ലെങ്കിലും ഇതുപോലത്തെ ഒരു ഉപവാസ പ്രാർത്ഥന നടത്താൻ ഒലുമലയുടെ മുകളിൽ ദാവീദിന് കഴിയില്ല. 12 കെട്ട് യോഗം നടത്താൻ പറ്റില്ല. ഒറ്റക്കിരുന്ന് കരഞ്ഞപ്പോൾ എന്നോട് ദൈവം പറയുന്നു, നീ ഒറ്റയ്ക്ക് നിന്റെ വീട്ടിലിരുന്ന് കരയുമ്പോൾ എൻ്റെ ദൈവം താഴ്വരയിൽ ചില വേര് പറയ്ക്കാൻ തുടങ്ങും, ചില ശത്രുവിന്റെ കോട്ട ഇടിക്കാൻ തുടങ്ങും. നീ മടങ്ങി വരാതിരിക്കാൻ, ആമേൻ, നിന്റെ തലമുറ മടങ്ങി വരാതിരിക്കാൻ വശീകരിച്ചും വക്രിച്ചുമെല്ലാം കളമൊരുക്കിയ അന്യഭാഷ പറഞ്ഞുകൊണ്ട് ചില കുടുംബങ്ങളുടെ രക്ഷയ്ക്കായി, ചില മടങ്ങി വരവിനായി യേശുവിന്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ പറയാം, ഇവിടെ നിന്ന് ശത്രു അഖീതോഫേലിനെ പോലുള്ളവർ വശീകരിച്ചു കൊണ്ടുപോയ അബ്ശാലോമാരെ ദൈവം മടക്കി വരുത്തട്ടെ. ഇന്ന് പകരക്കാലം വേദപുസ്തകത്തിലെ സംഭവം മറ്റൊന്നാണ്, പക്ഷേ നമ്മൾ കൃപയിലാണ് നിന്നോണ്ടെന്ന് പറയുന്നത്. ചിലരുടെ മേൽ കുരുക്ക് വീഴാനല്ല, ചിലർ തീരാനല്ല പറയുന്നത്. തെറ്റിദ്ധരിക്കപ്പെട്ടവർ, ഒതുങ്ങിപ്പോയവർ, ആരുടെയോ വലയിൽ വീണവർ, അവരെ സ്വർഗത്തിലെ ദൈവം ഈ പ്രാർത്ഥനയിൽ, ആ കണ്ണുനീരിന്റെ പ്രാർത്ഥനയുടെ പുറകിൽ ദൈവം മടക്കി വരുത്തട്ടെ, മടക്കി വരുത്തട്ടെ. മടക്കി വരുത്തുകയല്ല, നിന്നെ വെക്കേണ്ട സ്ഥാനത്ത് കൊണ്ട് വെക്കണം, യഥാസ്ഥാനപ്പെടണം. സ്തോത്രം, ഹല്ലേലൂയ. മടക്കി വരുത്തിയത് കൊണ്ടായില്ല, അവിടെ നിർത്തണം. ദൈവം നിർത്തേണ്ടടുത്ത് നിർത്തിയെങ്കിലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഒരാളെ കൂടി പറഞ്ഞ്, യേശുവിനെ കൂടി പറഞ്ഞ് ഞാൻ അവസാന ഭാഗത്തേക്ക് വരാം. നമുക്ക് വേറൊരു വാക്യം വായിക്കാം. സ്തോത്രം, ദിനവൃത്താന്ത പുസ്തകം, 2 ദിനവൃത്താന്തം 19-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം കൂടി വായിക്കാമോ? 2 ദിനവൃത്താന്തം 19-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം കൂടി വായിക്കാമോ? 19-ന്റെ 1. യഹൂദ രാജാവായ യഹോശാഫാത്ത് യെരൂശലേമിൽ തൻ്റെ അരമനയിലേക്ക് സമാധാനത്തോടെ മടങ്ങി വന്നപ്പോൾ ഹനാനിയുടെ മകനായ യേഹു ദർശകൻ അവനെ എതിരേറ്റ് ചെന്ന്, അത്ര മതി, ആ തുടക്കം ഇതാണ്. യഹൂദ രാജാവായ യഹോശാഫാത്ത് യെരൂശലേമിൽ തൻ്റെ അരമനയിലേക്ക് സമാധാനത്തോടെ മടങ്ങി വന്നു. അതിനെ ആ ഒറ്റ പാരഗ്രാഫ് നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. പിന്നീട് വായിച്ചാൽ എൻ്റെ പ്രസംഗം തീർക്കേണ്ട സമയമായി. ആ പാരഗ്രാഫ് വായിച്ചാൽ മതി. സംഭവം ഇതാണ്. യഹൂദ രാജാവായിരിക്കുന്ന യഹോശാഫാത്ത് ഇസ്രായേൽ രാജാവായിരിക്കുന്ന തൻ്റെ സമകാലികനായിരിക്കുന്ന ആഹാബുമായിട്ട് സംബന്ധം, സ്തോത്രം, ബന്ധമുണ്ടാക്കി. ആഹാബ് തന്ത്രശാലിയാണ്, സ്തോത്രം. അങ്ങനെ ബന്ധമുണ്ടാക്കി അങ്ങോട്ടൊരു വിരുന്നിനെ വിളിച്ചു, ഇങ്ങോട്ടൊരു വിരുന്നിനെ വിളിച്ചു. രണ്ടുപേരും തമ്മിൽ വിരുന്നും ആഹാരമെല്ലാം കഴിച്ചതിന് ശേഷം തന്ത്രശാലിയായിരിക്കുന്ന ആഹാബ് ഒരു യുദ്ധത്തിന് വേണ്ടി യഹോശാഫാത്തിനെ കൂടി വിളിച്ചു. അങ്ങനെ ഒരുമിച്ച് ഒരു രഥത്തിൽ, നമ്മൾ സാധാരണ പറയില്ലേ, ചാൻ വണ്ടി എടുക്കണ്ട, എൻ്റെ വണ്ടി പോകാമെന്ന് പറഞ്ഞ പോലെ യഹോശാഫാത്തിൻ്റെ വണ്ടി എടുക്കാതെ, രഥം എടുക്കാതെ ഈ ആഹാബിൻ്റെ രഥത്തിൽ കയറ്റി. രഥത്തിൽ കയറി കഴിഞ്ഞപ്പോൾ ആഹാബ് പറഞ്ഞു, അങ്ങ് നേതാവായിക്കോ, ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം, അങ്ങ് യഹൂദ രാജാവല്ലേ, അങ്ങ് നിൻ്റെ സംഘടിത ശക്തിയായി കൂടെ നിൽക്കുന്ന ആളല്ലേ, അതുകൊണ്ട് ഇസ്രായേൽ രാജ്യത്തിൻ്റെ രാജാവിൻ്റെ അങ്കി അങ്ങ് ധരിക്കുക, അങ്ങയുടെ ഞാൻ ധരിക്കാം എന്ന് പറഞ്ഞ് സാരഥിയായി രഥത്തിൻ്റെ മുമ്പിൽ നിർത്തി. സ്തോത്രം, ഈ മനുഷ്യനെ വാസ്തവത്തിൽ ചതിക്കുകയായിരുന്നു, മുമ്പിൽ നിർത്തി. ആ സന്ദർഭത്തിൽ ദൈവമായ യഹോവ, അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്, സ്തോത്രം, 30-ാമത്തെ വാക്യം, അവർ പടയിൽ കടന്നു. എന്നാൽ ആരാം രാജാവ് തൻ്റെ രഥനായകന്മാരോട്, നിങ്ങൾ ഇസ്രായേൽ രാജാവിനോട് മാത്രമല്ലാതെ ചെറിയവരോടോ വലിയവരോടോ യുദ്ധം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിരുന്നു. ആകയാൽ രഥനായകന്മാർ യഹോശാഫാത്തിനെ കണ്ടപ്പോൾ ഇവൻ തന്നെ ഇസ്രായേൽ രാജാവ് എന്ന് പറഞ്ഞ് അവനോട് പൊരുതുവാൻ തിരിഞ്ഞു. എന്നാൽ യഹോശാഫാത്ത് നിലവിളിച്ചു, യഹോവ അവനെ സഹായിച്ചു. കേൾക്കണേ, ആ രഥത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആരാം രാജാവിനെതിരെ, സ്തോത്രം, ശരങ്ങൾ തൊടുത്തു വിടുമ്പോൾ ആരാം രാജാവ് തന്ത്രശാലിയായ തന്ത്രജ്ഞനാണ്. അദ്ദേഹം അന്ന് പട്ടാളത്തോട് പറഞ്ഞയച്ചിരുന്നു, ഇന്ന് ഇസ്രായേൽ രാജാവ് ആഹാബാണ്, അവനെ അങ്ങ് തീർത്താൽ മതി, പട്ടാളക്കാരെ ആരെയും തൊടണ്ട, അവനങ്ങ് തീർന്ന പ്രശ്നം തീരും എന്നാ പറഞ്ഞു വിട്ടിരിക്കുന്നത്. അങ്ങനെ നേരെ രഥത്തിനകത്ത് നിൽക്കുന്ന ഈ, സ്തോത്രം, ആഹാബാണെന്ന് വിചാരിച്ചുകൊണ്ട് യഹോശാഫാത്തിന് നേരെ ആരാം രാജ്യത്തിൻ്റെ സൈന്യാധിപൻ ശരം തൊടുക്കാൻ തുടങ്ങി. കൊതുക് പറക്കുന്നത് പോലെ ചുറ്റും, സ്തോത്രം, മുമ്പിൽ നിൽക്കുന്ന യഹോശാഫാത്തിൻ്റെ ചുറ്റും ആരാം സൈന്യത്തിൻ്റെ
ശൂലം അല്ലെങ്കിൽ അമ്പുകൾ പാഞ്ഞു വരാൻ തുടങ്ങിയപ്പോൾ യഹോശാഫാത്ത് കരഞ്ഞു നിലവിളിച്ചു ദൈവത്തോട്. അങ്ങനെ നിലവിളിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദൈവം പ്രേരിപ്പിച്ചു, സ്തോത്രം, ശരം തൊടുത്തുവിടൽ നിർത്താൻ പറയാൻ. അങ്ങനെ സ്തോത്രം നിർത്തി. പക്ഷെ ലാസ്റ്റ് ഒരു പടയാളി തൊടുത്തു പിടിച്ച് വിത്തിൻ സെക്കൻഡ്, ആ ഭാഗമൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അവനെ വിട്ടുപോകാൻ ദൈവം അവർക്ക് തോന്നിച്ചു. അവൻ ഇസ്രായേൽ രാജാവല്ല എന്ന രാജാക്കന്മാരെ കണ്ടിട്ട് അവനെ പിന്തുടരാൻ മടങ്ങിപ്പോയി. എന്നാൽ ഒരുത്തന് യാദൃച്ഛിക വില്ല് കുറിച്ച് ഇസ്രായേൽ രാജാവിനെ കവചത്തിനും പതക്കത്തിനും ഇടയ്ക്ക് ചെയ്തു. നോക്കണം, സ്തോത്രം. ഒരുത്തനിങ്ങനെ അമ്പിങ്ങനെ വലിച്ചു പിടിച്ചിരിക്കുക. പെട്ടെന്ന് കമാൻഡിങ് വന്നു, സ്റ്റോപ്പ്, നിർത്താൻ. സ്തോത്രം. നിർത്താൻ വേണ്ടി പറയുന്ന സമയത്ത് എല്ലാ പടയാളികളും പെട്ടെന്നൊരു സെക്കൻഡ് കൊണ്ട് ആ കമാൻഡിങ്ങിന് മുമ്പിൽ അമ്പ് താഴെ വെച്ചു. പക്ഷെ ഇങ്ങേര് വലിച്ചു പിടിച്ചിരുന്നു. വലിച്ചു പിടിച്ചത് യാദൃച്ഛിക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അബദ്ധത്തിൽ. കമാൻഡിങ് വന്നെങ്കിലും ഈ വലിച്ചു പിടിച്ചിരുന്ന ശരം അറിയാതെ തെറിച്ചുപോയി. തെറിച്ചു പോയിട്ട് എവിടെ ചെന്ന് കൊണ്ടേന്നറിയാമോ? മുമ്പിൽ നിന്ന യഹോശാഫാത്തിന്റെ സൈഡിൽ കൂടെ കയറി ആഹാബിന്റെ നെഞ്ചത്ത് തറച്ചു. സ്തോത്രം. നിങ്ങളിന്ന് പകർക്കാലം ഓർത്തെ, ദൈവത്തിന് ഉന്നം പിഴക്കുകയല്ല. സ്തോത്രം. ആരൊക്കെ മുമ്പിൽ നിന്നാലും ആരെയൊക്കെ മുമ്പിൽ കാട്ടിയാലും സ്വർഗത്തിലെ ദൈവം പറയുന്നു, ദൈവത്തിന് ഉന്നം പിഴക്കുകയല്ല. യാദൃച്ഛിക എന്ന മലയാളം വാക്കിന് യാദൃച്ഛിക എന്നല്ല പറയേണ്ടത്. പിന്നെയോ സെക്കൻഡിന്റെ ഒരു അംശം, അത്ര സമയം മതി സ്വർഗത്തിലെ ദൈവത്തിന് നിന്നെ രക്ഷിപ്പാൻ. ഒരുത്തനെ തകർത്ത് കളയാൻ ഒരു ദിവസം വേണ്ട, ഒരാണ്ട് വേണ്ട. ഹല്ലേലൂയ. ഒരു സെക്കൻഡിന്റെ അംശം മതി. ആ ഒരു സെക്കൻഡിന്റെ ഒരു അംശം കൊണ്ട്, യാദൃച്ഛിക എന്നുള്ള വാക്കിനെ ഞാൻ കുറച്ചുകൂടെ വലിച്ച് നിങ്ങളെ തുറന്നു കാണിക്കുക. ഒരു പോയിന്റ് കൊണ്ട് സ്വർഗത്തിലെ ദൈവം അവനെ തകർത്ത് കളഞ്ഞു. സ്തോത്രം. രഥത്തിനകത്ത് മുറിവേറ്റ് കിടക്കുന്ന ആഹാബ് വാവിട്ട് നിലവിളിച്ചു. യഹോശാഫാത്ത് ചാടിയിറങ്ങി. അങ്ങനെ സ്തോത്രം, ആ യുദ്ധത്തിൽ വെച്ച് ആഹാബ് മരിക്കുന്നു. യഹോശാഫാത്തിനെ കുറിച്ച് 19:1 എഴുതിയിരിക്കുന്നത്, രാജാവ് സമാധാനത്തോടെ മടങ്ങി വന്നപ്പോൾ. സത്യത്തിൽ അമ്പ് തറയ്ക്കേണ്ടത് ഇവന്റെ നെഞ്ചത്താണ്. സ്തോത്രം. ഇവന്റെ ചോരയാണ് മണ്ണിൽ വീഴേണ്ടത്. പക്ഷെ എൻ്റെ ദൈവം നിശ്ചയിച്ചിരുന്നു, നിന്നെ മടക്കി വരുത്തി ചിലതോടെ ചെയ്യിപ്പിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ആഹാബിനെ കൊണ്ട് ഇനി ഒന്നും ചെയ്യിപ്പിക്കാനില്ല, പക്ഷെ നിന്നെ കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കാനുണ്ട്. നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ളത് കൊണ്ട് സ്വർഗത്തിലെ ദൈവം നിശ്ചയിച്ചു. സ്തോത്ര. അമ്പ് കടന്നു പോകുവാൻ ചെവിയുടെ താഴെ കൂടെ ചെറിയൊരു ഗ്യാപ്പ് മതി. അതിലൂടെ കടന്നു പോയാലും നിന്നെ സ്തോത്ര ഈ കുഴി ചാടിച്ച, നിന്നെ ചതിച്ച, നിന്നെ ഇതിന് മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞ, നിന്നെ കരയിപ്പിച്ച, നിന്റെ സ്വസ്ഥത കെടുത്തിയ, നിന്നെ ജീവനും മരണത്തിനും ഇടയിലാക്കിയ ആരാണോ ആ വിഷയത്തിന് മേൽ സ്വർഗത്തിലെ ദൈവം സ്തോത്ര യാദൃച്ഛിക എന്നല്ല പറയേണ്ടത്, ദൈവത്തിന്റെ ടൈമിംഗ്. ഹല്ലേലൂയ. സെക്കൻഡിന്റെ ഒരു അംശം, അത്രയും മതി ദൈവപ്രവൃത്തി നടക്കാൻ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾ വിശ്വസിക്കുന്ന 21 ദിവസമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. 21 ദിവസത്തിന്റെ പൂർണ്ണതയിലെത്തുന്നതിനേക്കാൾ മുമ്പ് സ്തോത്രം, ഇവിടെ വരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഒരുപക്ഷെ ശുശ്രൂഷകൾ നടക്കുമ്പോൾ ഒരു സെക്കൻഡിന്റെ ഒരംശം മതിയായിരിക്കും. ആ ഒരംശത്തിലൂടെ ദൈവമായ കർത്താവ് ചില വിഷയങ്ങളെ തീർത്തിട്ട് നിന്നെ മടക്കി വരുത്താൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ കർത്താവ് നിന്റെ വീട്ടിലേക്ക്, അരമനയിലേക്ക്, നിന്നെ പിരിച്ചുവിട്ട സ്ഥലത്തേക്ക്, നിന്നെ ഇറക്കി വിട്ടിടത്തേക്ക് അല്ല, നമ്മൾ പറഞ്ഞു തുടങ്ങിയതുപോലെ സ്വർഗം കണ്ടുവച്ചിരിക്കുന്ന ആ ലൊക്കേഷനിലേക്ക് സ്വർഗം നിന്നെ മടക്കി വരുത്തും. ഇതെല്ലാം ദൈവത്തിന്റെ മഹാപ്രവർത്തികളാണ്. പക്ഷെ സ്തോത്രം, എബ്രായ ലേഖനത്തിന്റെ എഴുത്തുകാരൻ അവിടെ പറഞ്ഞത്, ഞാനാണ് ഒരു പ്രസംഗത്തിന് ദൈവത്തിന്റെ ദൂത് കൂടെ ഇതിനകത്ത് വരാൻ വേണ്ടിയിട്ടാണ് ദാവീദിനെയും യഹോശാഫാത്തിനെയൊക്കെ ഞാൻ കൂട്ടുപിടിച്ചത്. പക്ഷേ എബ്രായ ലേഖനത്തിന്റെ എഴുത്തുകാരൻ ദൈവം എവിടെ നിന്നാണെങ്കിലും മടക്കി വരുത്തുന്നവനാണെന്ന് തെളിയിക്കാൻ വേറെ ആരെയും കൂട്ടുപിടിച്ചില്ല, യേശുവിനെയാണ് പിടിച്ചത്. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ. സ്തോത്രം. മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ എന്ന് പറയുമ്പോൾ ഉയർത്തെഴുന്നേൽപ്പ്, പുനരുദ്ധാനൊക്കെ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെയാണ് ഇങ്ങനൊരു വാക്ക്, യേശുവിനെ മടക്കി വരുത്തിയ. സ്തോത്രം. നിങ്ങൾക്കറിയാം കർത്താവിൻ്റെ കല്ലറത്തോട്ടം. ആ തോട്ടത്തിനകത്ത് യോസേപ്പിൻ്റെ കല്ലറയിൽ അരിമത്തിയുടെ യോസേപ്പ് നിക്കോദീമോസും കൊണ്ടാണ് യേശുവിൻ്റെ ശവശരീരം കൊണ്ടുപോയി അടക്കുന്നത്. ഒരു ശീലയിൽ സ്തോത്രം പൊതിഞ്ഞു കൊണ്ടുവന്ന് 100 റാത്തൽ അത്രയും സുഗന്ധവർഗങ്ങൾ
ഇട്ട് യഹൂദൻ്റെ ശവമടക്കുന്ന മര്യാദ പ്രകാരം അവനെ അടക്കി എന്ന് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. കർത്താവിനെ അടക്കി ഒരു കല്ല് ഉരുട്ടിക്കൊണ്ട് വെച്ചത് യോസേപ്പും നിക്കോദീമോസും കൂടെയാണ്. യേശുവിൻ്റെ ക്രൂശീകരണം കഴിഞ്ഞ് ഈ തലയോടിയുടെ മലമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിപ്പോയ പുരോഹിതന്മാർ അവർ തമ്മിൽ പറഞ്ഞു, ഇവൻ ജീവിച്ചിരുന്നപ്പോൾ ഒരു പ്രവചനവും ഒരു വെളിപ്പാടും പറഞ്ഞിട്ടുണ്ട്, അത് നടന്നാൽ ആദ്യത്തേതിനേക്കാൾ വലിയ ചതിയായിരിക്കും ഈ രണ്ടാമത് നടക്കാൻ പോകുന്നത്. അതിൻ്റെ അർത്ഥം എത്രയേ ഉള്ളൂ? യേശു ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു, യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്ന് പോലെ മനുഷ്യപുത്രന് ഇരിക്കേണ്ടതായിരുന്നു, അത് കഴിയുമ്പോൾ പുറത്തേക്ക് പോരും. വേറൊരു പ്രവചനമായി പറഞ്ഞത്, ഈ മന്ദിരം പൊളിപ്പീൻ 3-ാം നാൾ അത് പണിയപ്പെടും. ഇത് രണ്ടും ആത്മീക ഭാഷ പരിചയമുള്ള യഹൂദന്മാർക്ക് മനസ്സിലായി. ആ സമയത്ത് ഓർപ്പിച്ചത് ഒരുപക്ഷെ പിശാചായിരിക്കും, ഇങ്ങനെ സംഭവം ഉണ്ടെന്ന്. സ്തോത്രം. അങ്ങനെ പുരോഹിതന്മാര് പീലാത്തോസിന്റെ അടുക്ക ചെന്നിട്ട് തെറ്റിദ്ധരിപ്പിച്ചു പീലാത്തോസിനെ. പീലാത്തോസിനോട് പറഞ്ഞു, അവൻ്റെ ശിഷ്യന്മാർ മോശക്കാരല്ല, അവര് കല്ലറയ്ക്കകത്ത് നിന്ന് മൃതശരീരം എടുത്തുകൊണ്ട് പോയിട്ട് അവന്മാര് ഇവൻ ഉയർത്തെഴുന്നേറ്റെന്നങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്തോത്രം അത് വലിയ പ്രശ്നമാവും, എൻ്റെ പേരിൽ കല്ലറ ഉറപ്പാക്കണം. പീലാത്തോസ് കല്ലറ ഉറപ്പാക്കാനുള്ള എല്ലാ ക്രമീകരണം ചെയ്തു. സ്തോത്രം. റോമൻ മുദ്ര കൊണ്ട് മുദ്ര വെച്ചു. വലിയ കല്ലാണ് ഉരുട്ടി വെച്ചിരിക്കുന്നത്. സ്തോത്രം. അതുപോലെ 16 പട്ടാളക്കാർ, റോമൻ ഭരണകൂടത്തിൻ്റെ ആ പട്ടാള വിങ്ങിന് കസ്റ്റോഡിയൻ എന്നല്ലെങ്കിൽ കസ്റ്റഡി എന്നൊരു വാക്ക് നമ്മൾ സാധാരണ പോലീസ് ഭാഷയിൽ പറയും. പോലീസ് കസ്റ്റഡി എന്ന് പറഞ്ഞ വാക്ക് അന്നത്തെ പട്ടാള സമൂഹത്തിലെ ഏറ്റവും സൂക്ഷ്മ ബുദ്ധിയുള്ള, നമ്മുടെയൊക്കെ രാജ്യത്തുണ്ട്, പട്ടാളക്കാരുണ്ടാവും, അല്ലെങ്കിൽ പോലീസ് കാണും, വിവിധ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആൾക്കാർ കാണും. ബ്ലാക്ക് കാറ്റ്സ് ബോംബെയിലൊക്കെ വലിയ പ്രശ്നങ്ങൾ നടന്നപ്പോൾ ഹെലികോപ്റ്ററിനകത്ത് വന്നിറങ്ങി, ടെററിസ്റ്റുകൾ അകത്തുള്ളപ്പോൾ തൂങ്ങിയിറങ്ങി സ്തോത്രം അവരെ ഒതുക്കാൻ തൻ്റെ ഇടമുള്ള ആളുകൾ വ്യത്യസ്തരാണ്. അവർ സാധാരണ ലാത്തി പിടിച്ചെങ്കിൽ ഒരു പോലീസുകാരനെ കൊണ്ട് പറ്റിയല്ല. ഇങ്ങനെ വിവിധ വിങ് ഉണ്ടാവും. ഇതുപോലെ സ്തോത്രം റോമൻ സർക്കാരിൻ്റെ ഏറ്റവും ബുദ്ധിശാലികളായിരിക്കുന്ന കസ്റ്റോഡിയൻ എന്നറിയപ്പെടുന്ന ഒരു വിങ്ങിനെ അവിടെ കാവൽ നിർത്തി. സ്തോത്രം. മുദ്ര വെച്ചു. ഈ കല്ലെന്ന് പറയുന്നത് നമ്മൾ മനസ്സിൽ കാണും വെറും ഒരു എന്താ പറയുക, നമ്മുടെ കല്ലറ പോലത്തെ ഒരു കല്ലറയല്ല വാസ്തവത്തിൽ. അവരുടെ കല്ലറയുടെ പ്രത്യേകത, അവിടെ കല്ലറയ്ക്കകത്തേക്ക് റൂം പോലെ ഇറങ്ങിച്ചല്ല. കല്ലറയ്ക്കകത്ത് യോഹന്നാനും പത്രോസും മറിയൊക്കെ കല്ലറയ്ക്കകത്തേക്ക് ചെന്നല്ലോ. അവിടെ ചെന്ന് സ്തോത്രം യേശു ആ റൂമാലൊക്കെ മടക്കി വെച്ചിരിക്കുന്ന കണ്ടല്ലോ. അപ്പോൾ കല്ലറയ്ക്കകത്തേക്ക് മടങ്ങിച്ചല്ല. നമ്മുടെ നാട്ടിലൊക്കെ സെല്ല് 2.5 അടി നീളം 2 അടി വീതിയിൽ പെട്ടി തള്ളി കയറ്റി വെക്കുന്ന രീതിയിലായിരിക്കും മിക്കവാറും നാട്ടിലൊക്കെ ഉണ്ടാകുന്നത്. അതുപോലത്തെ അല്ല, വലിയ കാളവണ്ടി ചക്രം പോലത്തെ അതിനേക്കാൾ വലിപ്പമുള്ള ഒരു മുറിയുടെ വ്യാസമുള്ള അത്രയും വലിയ വായാണ്. അത്രയും വലിയ പാറ കൊണ്ട്, കോൺക്രീറ്റ് ഇല്ലെന്ന് സ്തോത്രം, പാറയിൽ തന്നെ വെട്ടിയെടുത്ത് കാളവണ്ടിയുടെ ചക്രം പോലത്തെ അത്രയ്ക്ക് മനുഷ്യനെ കൊണ്ട് ഉരുട്ടി വയ്ക്കാൻ അസാധ്യം. എന്ന് ഇവരെങ്ങനെ ഉരുട്ടി വെച്ചു എന്നുള്ളത് സ്തോത്രം ചോദ്യമാണ്. അത്രയ്ക്ക് വലിയ ഇത് ഒരു ഗാഡി പോലെ വെട്ടിയിട്ടുണ്ട്. അതിലൂടെ ഉരുട്ടി കൊണ്ടുവന്ന് കല്ലറയുടെ വാതിക്കലേക്ക് ഒരു ഗാഡിയിലേക്ക് വന്ന് വീണ് കിടക്കും, അവിടെ ജാമായി കിടക്കും. അതിന് തിരിച്ചുരുട്ടാൻ സ്തോത്രം അസാധ്യമാണ്. ഇത്രയും ഉറപ്പിച്ചിരിക്കുമ്പോൾ പിതാവായ ദൈവം പറഞ്ഞിരുന്നു, എത്ര ഉറപ്പിച്ചാലും ഞാനിവനെ മടക്കി വരുത്തും. സ്തോത്രം. എത്ര ആണി അടിച്ചാലും ഞാൻ ഇങ്ങനൊരു ദൂത് പറഞ്ഞ അവസാന ഭാഗത്തേക്ക് വരാം. യേശുക്രിസ്തുവിനെ ക്രൂശിലേക്ക് കൊണ്ടുപോകുമ്പോൾ ദൈവമായ കർത്താവിനെ ആണി അടിക്കാൻ സമ്മതിച്ചു. സ്തോത്രം. കർത്താവിനെ പുറമെല്ലാം അടിച്ച് കീറാൻ സമ്മതിച്ചു. കർത്താവിനെ തലയിൽ മുൾക്കിരീടം വയ്ക്കാൻ സമ്മതിച്ചു. കാർക്കിച്ച് യേശുവിൻ്റെ മുഖത്തേക്ക് തുപ്പാൻ സമ്മതിച്ചു. കോലുകൊണ്ട് തല്ലാൻ സമ്മതിച്ചു. കറുത്ത തുണി കൊണ്ട് കണ്ണ് കെട്ടിയിട്ട് മുഷ്ടി ചുരുട്ടി മുഖത്തേക്ക് ഇടിച്ചിട്ട്, ഹേ പ്രവാചക, നിന്നെ തല്ലിയത് ആരെന്ന് ചോദിക്കാൻ, ആക്ഷേപിക്കാൻ സമ്മതിച്ചു. ഇതൊക്കെ ദൈവം അനുവദിച്ചു. പക്ഷേ തിരുവെഴുത്തിൽ ദൈവം ഒന്ന് കണ്ടിട്ടുണ്ട്, ഇവരെന്തൊക്കെ ചെയ്താലും എൻ്റെ പുത്രനെ ഞാൻ മടക്കി വരുത്തും. ഈ പകലിൽ ഞാൻ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയാം, ലോകമോ ഈ ലോകത്തിലുള്ളവരോ അനാത്മീകരോ സ്വന്തം കുടുംബക്കാരോ പൈശാചിക ശക്തികളോ നിൻ്റെ കൂടെ നിന്നവരോ സ്തോത്രം ഇനി പൊങ്ങി വരാതിരിക്കാൻ എത്ര വലിയ കല്ല് വെച്ച് മുദ്ര വെച്ചാലും സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം ഈ ഉച്ചയ്ക്ക് മടങ്ങിപ്പോകുന്നതിനൊക്കെ പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്, എത്ര വലുതാണെങ്കിലും അതിനെ പൊളിച്ച് പൊക്കിക്കൊണ്ടുവരാൻ കരുത്തുള്ള ദൈവമാണ് നമ്മുടെ കർത്താവ്.
ആ കർത്താവിനെ ഇന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾ എത്ര പേരുണ്ട്? അവരിന്ന് പകരക്കാലം ഞാൻ പറഞ്ഞു തുടങ്ങിയ നിമിഷം മുതൽ ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരുന്ന ഓരോ വാക്കുകളും നിങ്ങളെ ബാധിച്ചെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിറവോടെ പറ, കർത്താവ് ഈ പ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ചില പ്രത്യേക ടെർമിനോളജികൾ, ചില പ്രത്യേക വാക്കുകൾ സ്തോത്രം ഞാനും കരുതിക്കൂട്ടി കരുതി വെച്ചാലോ, പക്ഷേ എൻ്റെ അതിരത്തിൽ നടന്നുയാടി ചില ലൊക്കേഷനുകൾ സ്വർഗം നിനക്കോ നിന്റെ സന്തതിക്കോ ദൈവം കണ്ടുവച്ചിട്ടുണ്ട്. അതെവിടാന്നറിയില്ല. ചിലപ്പോൾ ബാംഗ്ലൂർ ആയിരിക്കില്ല, ചിലപ്പോൾ ഇന്ത്യയിലായിരിക്കില്ല, ചിലപ്പോൾ യൂറോപ്പിലായിരിക്കാം, ചിലപ്പോൾ US-ലായിരിക്കാം. ഏതോ ഒരു ലൊക്കേഷനിൽ നിന്റെ അനുഗ്രഹം, നിന്റെ നന്മ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ളത് സ്വർഗം കരുതി വെച്ചിട്ടുണ്ട്. അവിടേക്ക് കൊണ്ടുപോകാൻ കർത്താവ് ചിലരെ ഇതിനകത്ത് നോക്കി വെച്ചിട്ടാണ് ഇന്ന് പകലിൽ ഈ യോഗത്തിൽ ഇരിക്കാൻ പറഞ്ഞത്. സ്തോത്രം, ഹല്ലേലൂയ. ഒരുപാട് പ്രസംഗങ്ങൾ എൻ്റെ മനസ്സിനകത്ത് കിടന്നെങ്കിലും സ്തോത്രം ഒരുപക്ഷെ കുറച്ചുകൂടെ ലളിതമായിട്ട് പറഞ്ഞ് സ്തോത്രം ചെയ്യിപ്പിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ കിടന്നെങ്കിലും പരിശുദ്ധാത്മാവിനെ അനുസരിക്കേണ്ടത് ആവശ്യമായിരിക്കയാൽ ഗ്രഹിപ്പാൻ ഇച്ചിരി കട്ടിയുണ്ടായിരുന്നെങ്കിലും ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് പറയാം, ചിലരെ ദൈവം ഇന്ന് കണ്ടിടത്തല്ല ഇനി കാണാൻ പോകുന്നത്. ശത്രു കൊണ്ടിട്ട നിന്റെ സ്തോത്രം, ഹല്ലേലൂയ, ആ ഒലിവുമലയിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആ സ്ഥലത്ത് നിന്ന് സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ദൈവം വെച്ചിരുന്ന ആ സ്ഥലത്തേക്ക് നിന്നെ തിരിച്ചു വരുത്തത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്ന് സ്വർഗസ്ഥനായ ദൈവം മടക്കി വരുത്തി ആത്മീകമായി അനുഗ്രഹിച്ച് ദൈവത്തിൻ്റെ കൃപയുടെ വ്യാപാരത്താൽ ദൈവം തൻ്റെ വാക്കു പാലിക്കുന്ന ദിവസങ്ങളാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഒന്നോടെ ഞാൻ കടത്തി പറയാം, ഞാൻ സാധാരണ പോസിറ്റീവായി ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളായിരിക്കാൻ എൻ്റെ വാക്കുകളെ ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് പറയാം, ഈ വർഷത്തിന്റെ 6-ാം മാസം കഴിഞ്ഞു പോകുന്നതിനേക്കാൾ മുമ്പ് ചില വിഷയങ്ങളെ സ്വർഗത്തിലെ ദൈവം യഥാസ്ഥാനപ്പെടുത്തി എങ്ങനെ മടക്കി വരുത്തി യഥാസ്ഥാനപ്പെടുത്താൻ ഇതിന്റെ പുറകിൽ ചതികളുണ്ട്. ശത്രു നമ്മൾ അറിയാതെ നമ്മളെ ട്രാപ്പിലാക്കിയവരുണ്ട്. ചുമ്മാ വഴിയിൽ നിന്നവരെ വണ്ടി കയറ്റിക്കൊണ്ട് പോയതുപോലെ കൊണ്ടുപോയതുണ്ട്. അതൊരു കുരുക്കായി മാറി. ചുമ്മാ ഒരു മൊബൈലിൽ മെസ്സേജ് അയക്കാൻ തുടങ്ങിയതാ ഇപ്പോൾ ഊരിപ്പോരാൻ പറ്റാത്ത സ്ഥിതിയായി. ഇതിനകത്ത് കരയുന്നവർ വന്നിട്ടുണ്ടോ? അവരോട് ദൈവം പറയുന്നു, നീ എനിക്കുള്ളവളാണ്, നീ എനിക്കുള്ളവനാണ്. നിന്നെ അതിനകത്ത് നിന്ന് തിരിച്ചു പിടിക്കാൻ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ആത്മാവിന്റെ ശക്തിയോടെ ആമേൻ 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 യേശുവിന്റെ നാമത്തിൽ ആഴത്തിൽ നിന്ന് വെള്ളം കോരി പൊക്കുന്നത് പോലെ സ്വർഗം അത് ചെയ്യുകയാണ്. വിശ്വാസമുള്ള ദൈവമക്കൾ ഒരുമിച്ച് എങ്ങനെ പ്രതികരിക്കാമോ അതുപോലെ ദൈവാത്മാവിൽ പ്രതികരിച്ചു തുടങ്ങുക. യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നിന്ന് നിങ്ങൾക്ക് സ്തോത്രം ചെയ്ത് സ്തുതിക്കാൻ മനസ്സുണ്ടെങ്കിൽ ആരോഗ്യമുള്ള പ്രിയപ്പെട്ടവർ എഴുന്നേറ്റ് നിൽക്കുക. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഈ അന്തരീക്ഷം നിങ്ങൾ വിട്ടുകളയരുത്, ഇതിനെ കെടുത്തിക്കളയരുത്. സ്വർഗം എന്നോട് പറയുന്നു, ആർക്കും ഉരുട്ടി മാറ്റാൻ കഴിയാത്ത ആ ഭാരമുള്ള കല്ല് ഒരു വെട്ടിൽ കിടക്കുക. കല്ല്, ഞാൻ പറയുന്ന വാക്ക് കേട്ടോ, ഈ കല്ലൊക്കെ 1000 പ്രസംഗത്തിൽ വന്നിട്ടുള്ളതാ. പക്ഷെ ഞാൻ ഈ പറയുന്ന വാക്ക് കേൾക്കണം, ആരും തള്ളിയാൽ മാറാതെ വണ്ണം ഒരു വെട്ടിനകത്ത് വീണ് കിടക്കുക. ആ വെട്ടിൽ വീണ് കിടക്കുന്നതിന് ഇനി മനുഷ്യനെ കൊണ്ടല്ല ദൂതനെ കൊണ്ടാണെങ്കിലും സ്വർഗം തള്ളി മാറ്റി ആ കാര്യം നിറവേറ്റാൻ ദൈവം ഒരുങ്ങുകയാ. യേശുവിന്റെ നാമത്തിൽ കണ്ണുകൾ അടച്ച് കർത്താവിനോട് പറ, എൻ്റെ ജീവിതത്തിനകത്ത് സ്വർഗമേ, എൻ്റെ കുറെ ഇഷ്ടങ്ങളല്ല, അതിലപ്പുറം ദൈവമായ കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ദൈവം നിർണയിച്ചു വെച്ചിട്ടുണ്ട്. ആ നിർണയിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ മടക്കി വരുത്തി ലൊക്കേറ്റ് ചെയ്യാൻ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് നിന്നോട് വാദിച്ചോണ്ട് നിൽക്കുക. ഹൃദയത്തിനകത്തായവർ ഇറക്കിക്കൊണ്ട് സ്തോത്രം ചെയ്താട്ടെ. കർത്താവേ, ഹല്ലേലൂയ. ചിലരെ നീ ചെന്ന് വിളിക്കുമ്പോൾ വരത്തക്ക രീതിയിൽ കഴിഞ്ഞ 5 വർഷമായി നീ ഫോൺ ചെയ്താൽ എടുക്കാത്ത ചിലരെ ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഇന്ന് പകലിൽ നീ ദൂത് കേട്ടിട്ട് ഒരിക്കൽ കൂടി നീ പ്രാർത്ഥിച്ചിട്ട് വിളിച്ചു നോക്ക്. ആത്മാവ് ഇതിനകത്ത് പറയുന്നു, 5 കൊല്ലമായി നിന്നെ ബ്ലോക്ക് ചെയ്തിരുന്നത് സ്വർഗമാ ബ്ലോക്ക്
ലോക്ക് പൊട്ടിക്കുക. ചില കാര്യങ്ങൾ നടക്കാൻ സമയമായി, 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 സമയമായി. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവസന്നിധിയിൽ ഒരുമിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുക. ദൈവമേ, ഇന്ന് പകൽക്കാലം കർത്താവിനാണ് അധികാരം. അങ്ങയെക്കുറിച്ച് എബ്രായ ലേഖനത്തിന്റെ അവസാന വാക്യം, അവസാന വാക്യം. ഒരുപാട് പ്രാർത്ഥനയുടെ മറുപടി കെട്ടിക്കിടക്കുന്നുണ്ട്. നിരാശപ്പെടാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഭാരപ്പെടാനാണെങ്കിൽ അതിനേക്കാൾ വലുതുണ്ട്. പക്ഷെ അവസാനത്തെ വാക്യം ഇതാണ്: നിങ്ങൾ ഇങ്ങനെ കുഴി കിടന്ന് തീരത്തുള്ളൂ എന്നല്ല എബ്രായ ലേഖനം പറഞ്ഞിട്ട് യാത്ര പറയുന്നത്. പിന്നെയോ, നിങ്ങളുടെ അടുക്കലേക്ക് ദൈവം വരും. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയതുപോലെ മനസ്സ് കെട്ടപ്പെട്ട സ്ഥാനത്ത് നിന്ന് ദൈവം മടക്കി വരുത്തും. ഏതെങ്കിലും വിഷയത്തിൽ ഈ പറയപ്പെട്ട സന്ദേശത്തിനിടയിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവർ ദൈവസന്നിധിയിൽ ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ, സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ഒരു ദൂതും പാഴാകരുത്. തുടങ്ങിയത് ഇങ്ങനെയാണ്: പാറയെ തകർക്കുന്ന ചുറ്റികയാണ് വചനെന്ന്. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എവിടെയോ പാറ പൊടിഞ്ഞിട്ടുണ്ട്, പൊടിഞ്ഞിട്ടുണ്ട്, പൊടിഞ്ഞിട്ടുണ്ട്. റബല ശകന ദരബ ശന്ധന പൊടിഞ്ഞിട്ടുണ്ട്. ദൈവം അത് ചെയ്യുന്നുണ്ട്. രണ്ട്, നിനക്കുള്ള വചനം കർത്താവ് ഇതിനകത്ത് എവിടെയോ മറച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കും, ആരോട് പറയുമെന്നോർത്ത വിഷയത്തിൽ ദൈവം എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞെങ്കിൽ അവർ ദൈവസന്നിധിയിൽ കണ്ണുകളടച്ച് ഒരു വാക്ക് ദൈവത്തോട്, നിങ്ങൾക്ക് എങ്ങനെ ആത്മാവിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻസ്പിറേഷൻ അനുസരിച്ച് സ്തോത്രത്തിൽ ജാഗരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ദാസന് കൈമാറാം. പരിശുദ്ധ ദൈവമേ, ഇവിടെ വന്ന ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ നിങ്ങളുടെ ആത്മാവിൻ്റെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നത് തിരിച്ചറിയുന്നു. ആരൊക്കെയോ ദൈവം കണ്ടുവച്ചിട്ടുണ്ട്. അവരെ ദൈവമായ കർത്താവ് അവരെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കാൻ, അവർക്ക് വേണ്ടി മാത്രം സംഗ്രഹിച്ചു വെച്ചത് അത് ഈ പ്രാർത്ഥനാ ദിവസങ്ങളിൽ കർത്താവ് പുറത്തെടുക്കുമെന്ന് വിശ്വസിക്കുന്നു. ശൗല് വന്നപ്പോൾ ശൗമേല് പറഞ്ഞു, ആർക്കും കൊടുക്കാതെ മാറ്റി വെച്ചിരുന്ന കൈക്കുറക് അതിങ്ങെടുത്ത് ഇവന് കൊടുക്കാൻ. ഇപ്പൊ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, ഇതുവരെ ആർക്കും കൊടുക്കാതെ മാറ്റി വെച്ചിരുന്നത് ഇന്നിവിടെ നിൽക്കുന്ന ചിലർക്ക് ദൈവം കൊടുക്കണേ കർത്താവേ. അതവർക്ക് അനുഗ്രഹമാകണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ നിങ്ങളെ.